നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഖുലേ ദിൽ സേ എന്ന നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ നീലി ചിടിയ എന്ന കവിതയും രൂരു എന്ന കഹാനിയുമാണ് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രണ്ട് ചാപ്റ്ററിലെയും മുഴുവൻ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഹരിവംശ റായ് ബച്ചൻ എഴുതിയ നീലി ചിടിയ എന്ന കവിത വായിച്ച് മനസ്സിലാക്കാം. നമ്മുടെ കവിതയുടെ പേരെന്താണ്? നീലി ചിടിയ എന്നാണ് അല്ലെ. ഇപ്പൊ നീലി എന്ന് പറഞ്ഞാല് നീല, ബ്ലൂ കളർ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഹിന്ദിയില് നീലയ്ക്ക് നീല എന്ന് തന്നെയാണ് പറയുന്നത്. ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷി, ബേർഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്താ വരുന്നത്? ഇത് നീല പക്ഷി എന്നാണ് നമ്മുടെ കവിതയുടെ പേര് വരുന്നത്. അപ്പൊ നമുക്കിനി നമ്മുടെ കവിതയിലേക്ക് കിടക്കാം. ആദ്യത്തെ 4 വരി ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിച്ച് വായിക്കാൻ ശ്രമിക്കുക. നീലേ ആസ്മാൻ സേ ഉത്തരി നീലി ഏക് നിരാലി ചിടിയ ഗാത്തി ഉഡ്നെ വാലി ചിടിയ ഉഡ്തി ഗാനെ വാലി ചിടിയ. ഹിന്ദി പഠിക്കുമ്പോ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം വാക്കുകളുടെ അർത്ഥം അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വാക്കുകളുടെ അർത്ഥമൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഓരോ വാക്കിന്റെയും അർത്ഥം അതിന്റെ മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി വായിക്കുക. എന്നിട്ട് അർത്ഥങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നോട്ട് ബുക്കിലോ എഴുതി വെച്ചിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കവിത മനസ്സിലാക്കാനും എക്സാമിന് ചോദ്യങ്ങൾ വന്നാല് അടിപൊളിയായിട്ട് ഉത്തരം എഴുതാനൊക്കെ പറ്റും. അപ്പൊ നമുക്കിനി അർത്ഥം നോക്കാം. നീല എന്ന് പറഞ്ഞാല് നീല, ആസ്മാൻ എന്ന് പറഞ്ഞാല് ആകാശം, സ്കൈ. ഹിന്ദിയില് ആസ്മാന് ആകാശം എന്നും കൂടി പറയും. അതായത് ആകാശത്തിന് ആസ്മാൻ എന്നുള്ള വാക്കുണ്ട്, ആകാശം എന്നുള്ള വാക്കുണ്ട്. ഒരേ അർത്ഥമുള്ള 2 വാക്കുകളാണിത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റില് സമാനമായ അർത്ഥമുള്ള വാക്ക് കവിതയിൽ നിന്ന് തെരഞ്ഞെടുക്കാനുള്ള ചോദ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കവിത പഠിക്കുമ്പോ തന്നെ അതും കൂടെ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്ക് ഉത്തരം എഴുതാൻ പറ്റും. പിന്നെ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡില് അങ്ങനെയുള്ള വാക്കുകൾ ഞാൻ പ്രത്യേകമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ടെക്സ്റ്റിലേക്ക് എടുത്തെഴുതുക. നീല ആസ്മാൻ എന്ന് പറഞ്ഞാല് നീലാകാശം, ആസ്മാൻസി എന്ന് പറഞ്ഞാല് ആകാശത്തിൽ നിന്ന്, നീലി ആസ്മാൻസി എന്ന് പറഞ്ഞാല് നീലാകാശത്തിൽ നിന്ന്, ഉത്തരി ഉത്തരി എന്ന് പറഞ്ഞാല് ഇറങ്ങി, നീലിയേക്ക് നിരാലി ചിടിയ, നീലി എന്ന് പറഞ്ഞാല് നീല, ബ്ലൂ. ഏക്ക് എന്ന് പറഞ്ഞാല് ഒന്ന്, ഒരു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നിരാലി എന്ന് പറഞ്ഞാല് അതുല്യമായ, ഹിന്ദിയിൽ അതിന് വേറൊരു വാക്കും കൂടിയും പറയും, അനോഖ എന്നുള്ളത്. ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷി, ബേർഡ് എന്നുള്ള അർത്ഥമാണ്. ഹിന്ദിയിൽ അതിന് പക്ഷി എന്നുകൂടെ പറയും. നീലിയേക്ക് നിരാലി ചിടിയ എന്ന് പറഞ്ഞാല് നീല ഒരു അതുല്യമായ പക്ഷി എന്നുള്ളതാണ് ഈ 2ാമത്തെ വരിയുടെ അർത്ഥം വരുന്നത്. അപ്പോൾ സമാനമായ അർത്ഥമുള്ള വാക്കുകൾ റെഡ് ബോക്സിൽ 3 കൊടുത്തിട്ടുണ്ട്. അത് മറക്കാതെ എഴുതിയെടുക്കുക. ഇനി അടുത്ത വരി വായിക്കാം. ഗാത്തി ഉണ്ണേ വാലി ചിടിയ, ഗാത്തി എന്ന് പറഞ്ഞാല് പാടിക്കൊണ്ട്, ഉണ്ണേ വാലി പറക്കുന്ന, ചിടിയ പക്ഷി, പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി, ഉടുത്തി ഗാനേ വാലി ചിടിയ, ഉടുത്തി ഗാനേ വാലി, ഗാനേ വാലി എന്ന് പറഞ്ഞാല് പാടുന്ന, പറന്നുകൊണ്ട് പാടുന്ന പക്ഷി. ഇപ്പൊ 3ാമത്തെ വരി പാടിക്കൊണ്ട് പറന്നു പോകുന്ന പക്ഷി, 4ാമത്തെ വരി പറന്നുകൊണ്ട് പാടുന്ന പക്ഷി. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് എന്താ? ഉണ്ണേ വാലി, ഗാനേ വാലി എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ 4 വരിയുടെയും മലയാള അർത്ഥം വരുന്നത് നീലാകാശത്തിൽ നിന്ന് ഇറങ്ങി, നീല ഒരു അതുല്യമായ പക്ഷി, പാടിക്കൊണ്ട് പറന്നു പോകുന്ന പക്ഷി, പറന്നുകൊണ്ട് പാടുന്ന പക്ഷി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായല്ലോ. ഇസ് ഫുനഗി സേ ഉസ് ഫുനഗി പർ ഉഡ്കർ ജാനേ വാലി ചിടിയ, ഇൻ പത്തോ മേം ഉൻ പത്തോ മേം ചിപ്കർ ഗാനേ വാലി ചിടിയ. ഇസ് ഫുനഗി സേ, ഫുനഗി എന്ന് പറഞ്ഞാല് ചില്ലയുടെ അറ്റം. ഇപ്പൊ ഹിന്ദിയിൽ ഇതിന് സമാനമായ വേറൊരു വാക്കുണ്ട്, ഡാലി എന്നുള്ളത്. അതിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കി എഴുതുക. അപ്പോ ഇസ് ഫുനഗി സേ ഉസ് ഫുനഗി പർ, ഈ ചില്ലയിൽ നിന്നും ആ ചില്ലയിലേക്ക്,
ഉടുക്കർ ജാനി വാലി ചിടിയ. ഉടുക്കർ ജാനി വാലി എന്ന് പറഞ്ഞാല് പറന്നു പോകുന്ന ചിടിയ, പക്ഷി. ഈ ചില്ലയിൽ നിന്നും ആ ചില്ലയിലേക്ക് പറന്നു പോകുന്ന പക്ഷി എന്നാണ് ഈ രണ്ട് വരികളുടെ അർത്ഥം വരുന്നത്. അപ്പൊ നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിപ്കർ ഗാനെ വാലി ചിടിയ. പത്ത എന്ന് പറഞ്ഞാല് ഇല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഈ ഇലകളിലും ആ ഇലകളിലും ചിപ്കർ മറഞ്ഞിരുന്നു കൊണ്ട്, ഗാനെ വാലി പാടുന്ന ചിടിയ, പക്ഷി. ഈ ഇലകളിലും ആ ഇലകളിലും മറഞ്ഞിരുന്ന് പാടുന്ന പക്ഷി. അപ്പൊ ഈ 4 വരികളുടെ അർത്ഥം മനസ്സിലായോ? ഈ ചില്ലയിൽ നിന്നും ആ ചില്ലയിലേക്ക് പറന്നു പോകുന്ന പക്ഷി, ഈ ഇലകളിലും ആ ഇലകളിലും മറഞ്ഞിരുന്നു കൊണ്ട് പാടുന്ന പക്ഷി എന്നാണ് ഈ വരികളുടെ അർത്ഥം വരുന്നത്. ഇവിടെ നമ്മുടെ കവി പറയുന്നത് പക്ഷി ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്ക് പറന്നു പോകുന്നതിനെ കുറിച്ചും, പിന്നെ ഇലകളുടെ മറവിലൊക്കെ നിന്നിട്ട് പാട്ട് പാടില്ലേ, നമ്മൾ പക്ഷിയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കും, പക്ഷെ അതിനെ കാണാനുണ്ടാവില്ല, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. ബാക്കി കവിത നമുക്ക് വായിച്ചു നോക്കാം. पर फटकाकर नीचे आकर दाना खाने वाली चिड़िया, दाना खाकर पर फटकाकर छड़ उड़ जाने वाली चिड़िया. पर फटकाकर नीचे आकर. पर എന്ന് പറഞ്ഞാല് ചിറക്, ഹിന്ദിയിൽ അതിന് പങ്ക് എന്നും കൂടെ പറയും. पर फटकाकर എന്ന് പറഞ്ഞാല് ചിറകടിച്ചുകൊണ്ട്, നീച്ചയാക്കർ താഴേക്ക് വന്ന്, ചിറകടിച്ചുകൊണ്ട് താഴേക്ക് വന്ന്, ദാന ഖാനെ വാലി ചിടിയ. ദാന എന്ന് പറഞ്ഞാല് ധാന്യം, ഖാനെ വാലി എന്ന് പറഞ്ഞാല് തിന്നുന്ന, കഴിക്കുന്ന, ചിടിയ പക്ഷി. ചിറകടിച്ചുകൊണ്ട് താഴേക്ക് വന്ന് ധാന്യം തിന്നുന്ന പക്ഷി. ദാന ഖാക്കർ पर फटकाकर छड़ उड़ जाने वाली चिड़िया. ദാന എന്ന് പറഞ്ഞാല് ധാന്യം തന്നെ, ഖാക്കർ पर फटकाकर ധാന്യങ്ങൾ തിന്നിട്ട് കഴിച്ചിട്ട്, छड़ उड़ जाने वाली चिड़िया. छड़ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഹിന്ദിയിൽ അതിന് വേറൊരു വാക്കും കൂടി ഉണ്ട്, ജൽദി. അതിന് സമാനമായിട്ടുള്ള വാക്കാണ് ജൽദി എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. छड़ उड़ जाने वाली चिड़िया. उड़ जाने वाली എന്ന് പറഞ്ഞാല് പറന്നു പോകുന്ന, ചിടിയ പക്ഷി. ധാന്യം തിന്നിട്ട് ചിറകടിച്ചുകൊണ്ട് പെട്ടെന്ന് പറന്നു പോകുന്ന പക്ഷി എന്നതാണ് ഈ വരിയുടെ അർത്ഥം വരുന്നത്. ഇവിടെ കവി എന്താ പറയുന്നത് എന്നറിയോ? ഇപ്പോ എവിടെയെങ്കിലും വല്ല അരിയോ ഗോതമ്പൊക്കെ ചാടി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും പക്ഷി കണ്ടാൽ അത് എന്ത് ചെയ്യും? അത് മെല്ലെ ചിറകടിച്ചുകൊണ്ട് താഴേക്ക് വരും അല്ലെ. എന്നിട്ട് ധാന്യങ്ങളാണ് പക്ഷികൾ അധികം കഴിക്കുന്നുണ്ടാവുക. അപ്പൊ ആ ധാന്യം തിന്നുന്ന പക്ഷി എന്ത് ചെയ്യും? ഈ ധാന്യങ്ങളൊക്കെ തിന്നിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ചിറകടിച്ചുകൊണ്ട് പറന്നു പോവുകയാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിനെ കുറിച്ചാണ് കവി ഈ വരികളിൽ വർണ്ണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. इस डाली से उस डाली पर उड़ उड़ जाने वाली चिड़िया, लाख बुलाऊं लेकिन मेरे पास न आने वाली चिड़िया. इस डाली से उस डाली पर. ഡാലി എന്ന് പറഞ്ഞാല് വേറൊരു വാക്കും കൂടി ഹിന്ദിയിലുണ്ട്, ഫുനഗി എന്നുള്ളതാണ്. ഡാലി എന്നതിന്റെ അർത്ഥം ചില്ല, മരച്ചില്ല എന്നുള്ള അർത്ഥാണ്. ഈ ചില്ലയിൽ നിന്ന് ആ ചില്ലയിലേക്ക് ഉട് ഉട് ജാനെ വാലി ചിടിയ, പറന്നു പോകുന്ന പക്ഷി. അതായത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പറന്നു പോകുന്ന പക്ഷി. ലാക്ക് ബുലാവു ലേക്കിൻ മേരെ പാസ് നാനെ വാലി ചിടിയ. ലാഖ് എന്ന് പറഞ്ഞാല് ലക്ഷം, മേരെ എന്ന് പറഞ്ഞാല് എന്റെ, പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, നാനെ വാലി വരാത്ത, ചിടിയ പക്ഷി. അതായത് ഒരുപാട് തവണ, ലക്ഷം തവണ വിളിച്ചെങ്കിലും എന്റെ അടുത്തേക്ക് വരാത്ത പക്ഷി എന്നതാണ് ഈ വരികളുടെ അർത്ഥം വരുന്നത്. നമ്മളൊരു മരത്തില് ഒരു പക്ഷിയെ കണ്ടു കഴിഞ്ഞാല് അത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ അതിനടുത്തേക്ക് വിളിച്ചാലും അത് വരില്ല. കാരണം എന്താ? അവർക്ക് പേടി ഉണ്ടായിരിക്കും. പിന്നെ അവര് പക്ഷികൾ എന്ന് പറഞ്ഞാൽ ആകാശത്ത് ഒരുപാട് സ്വാതന്ത്ര്യത്തോടെ പറന്നു നടക്കുന്നതാണ്.
അപ്പൊ അവയെ കൂട്ടിലടയ്ക്കാനുള്ളതാണോ? അല്ല. അപ്പൊ അവർക്ക് പേടി, മനുഷ്യരോടുള്ള പേടി കൊണ്ടും അവരടുത്ത് വരാതിരിക്കും അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. കവിതയുടെ അവസാനത്തില് ആദ്യത്തെ 4 വരി തന്നെയാണ് ആവർത്തിക്കുന്നത്. നീലി ആസ്മാൻ സെ ഉത്തരി നീലി ഏക് നിരാലി ചിടിയ ഗാത്തി ഉഡ്നെ വാലി ചിടിയ ഉഡ്തി ഗാനെ വാലി ചിടിയ. നീലാകാശത്ത് നിന്ന് ഇറങ്ങി നീല ഒരു അതുല്യമായ പക്ഷി, പാടിക്കൊണ്ട് പറന്നു പോകുന്ന പക്ഷി, പറന്നുകൊണ്ട് പാടുന്ന പക്ഷി എന്നതിലാണ് ഈ കവിത അവസാനിക്കുന്നത്. ക്ലാസ് എടുത്തപ്പോ തന്നെ പ്രധാനപ്പെട്ടതും അതേപോലെ വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ഇതേപോലെ ഇങ്ങനെ എഴുതി കൊടുത്തത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ടെക്സ്റ്റിലേക്കോ നോട്ട് ബുക്കിലേക്കോ എഴുതിയിട്ട് നന്നായിട്ട് പഠിക്കുക. കാരണം ഇതൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങള് കണ്ടെത്താം. നമൂനെ കെ അനുസാർ വാക്യ ബനായേ. സാമ്പിളുകൾ അനുസരിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിപ്കർ ഗാന എന്നുള്ളത് ഉപയോഗിച്ച് ചിടിയ ചിപ്കർ ഗാത്തി ഹെ, പക്ഷി മറഞ്ഞിരുന്നു കൊണ്ട് പാടുന്നു എന്ന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത 3 നമുക്ക് എഴുതാം. പാസിനാന, പാസ് എന്ന് പറഞ്ഞാല് അടുത്ത്, പക്ഷി അടുത്തു വരില്ല എന്ന് നമ്മൾ കവിതയില് പഠിച്ചിട്ടുണ്ടായിരുന്നു. കവിതയിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോ ഉത്തരങ്ങൾ പറഞ്ഞു തരുമ്പോ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുകളിലത്തെ ചിടിയ താഴേക്ക് എടുത്തെഴുതി. പിന്നെ പാസിന ആന എന്നതിലെ ആന എന്നുള്ള വാക്കിന് പകരമായിട്ട് ആതിഹ എന്നെഴുതി. പക്ഷി അടുത്തു വരുമോ? ഇല്ല. ചിടിയ പാസിന ആതിഹ, പക്ഷി അടുത്തു വരില്ല എന്ന് എഴുതി കൊടുത്തു. അടുത്തത് ഛട് ഉഡ് ജാന. ഛട് എന്ന് പറഞ്ഞാല് പെട്ടെന്ന്, പക്ഷി പെട്ടെന്ന് പറന്നു പോകുമെന്ന് കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഛട് ഉഡ് ജാനേ വാലി ചിടിയ എന്നാണ് ആ വരി. അപ്പൊ നമുക്ക് അത് എഴുതി നോക്കാം. ചിടിയ എന്നുള്ളത് എടുത്തെഴുതി. ഛട് ഉഡ് ജാന എന്നതിലെ ജാന എന്നതിന് പകരമായിട്ട് ജാതി ഹെ, പക്ഷി പെട്ടെന്ന് പറന്നു പോകുന്നു. ചിടിയ ഛട് ഉഡ് ജാതി ഹെ. അടുത്ത വാക്ക് ദാന ഖാന. ദാന എന്ന് പറഞ്ഞാല് ധാന്യം, പക്ഷി എന്താ കഴിക്കുക? ധാന്യങ്ങളാണല്ലേ. ചിടിയ ദാന ഖാന എന്നതിന് പകരമായിട്ട് ഖാത്തി ഹെ. ചിടിയ ദാന ഖാത്തി ഹെ എന്നെഴുതി. പക്ഷി ധാന്യങ്ങൾ തിന്നുന്നു. ഇനി ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാം. നമ്മുടെ ചാനലില് കവിത എടുത്തപ്പോ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചോദ്യം വായിക്കാം. സമാൻ അർത്ഥ ഡൂണ്ടേം പത്തേ ഭരേം. സമാനമായ അർത്ഥമുള്ള വാക്ക് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇലകൾ നിറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എത്ര വാക്ക് തന്നിട്ടുണ്ട് ഇവിടെ? 6 വാക്കുകൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് വായിച്ചു നോക്കാം. ജൽദി എന്ന് പറഞ്ഞാല് പെട്ടെന്ന് എന്നുള്ള അർത്ഥാണ് വരുന്നത്. പങ്ക് എന്ന് പറഞ്ഞാല് ചിറക്, ഡാലി എന്ന് പറഞ്ഞാല് ചില്ല, പക്ഷി എന്ന് പറഞ്ഞാല് പക്ഷി തന്നെയാണ്, അനോഖ എന്ന് പറഞ്ഞാല് അതുല്യമായ, ആകാശ് എന്ന് പറഞ്ഞാല് ആകാശം. അപ്പൊ ഇതിന് സമാനമായിട്ടുള്ള വാക്കുകള് നമ്മുടെ കവിതയിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാം. സമാനമായ വാക്ക് പ്രത്യേകമായിട്ട് റെഡ് കളറിൽ മാർക്ക് ചെയ്ത് മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡില് ബോക്സിലും ഉണ്ട്. ആകാശ് എന്നുള്ളത് നമ്മുടെ ആ ഇലയിലുണ്ട്. അതിന് സമാനമായിട്ടുള്ള വാക്ക് ആസ്മാൻ എന്നതാണ്. അനോഖ അതുല്യമായ, അതിന് സമാനമായിട്ടുള്ളത് നിരാലി എന്നതാണ്. പക്ഷി എന്നുള്ളതിന് സമാനമായിട്ടുള്ളത് ചിടിയ എന്നതാണ്. അപ്പൊ ഇതൊക്കെ ബുക്കിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ എഴുതുക. അപ്പൊ ഇനി അടുത്ത വാക്ക് നോക്കാം. ഇവിടെ ഒരു വാക്കാണ് വരുന്നത്. ഡാലി, ചില്ല എന്നതിന് സമാനമായിട്ട് ഫുനഗി എന്നുള്ള വാക്കാണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ സമാനമായ അർത്ഥമുള്ള 2 വാക്കുകളാണ് വരുന്നത്. പങ്ക്, ചിറകിന് പർ എന്നും പറയും. ജൽദി, പെട്ടെന്ന് എന്നുള്ള വാക്കിന് സമാനമായിട്ടുള്ളത് ഛട് എന്നാണ്. അപ്പൊ നമുക്കിനി ഇതാ ഇലയിലേക്ക് എഴുതി കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വരുന്നത്. ജൽദി എന്ന വാക്കിന് സമാനമായിട്ടുള്ളത് ഛട് എന്നാണ്. പങ്ക്, പർ, ഡാലി,
ഫുൻഗി, പക്ഷി, ചിടിയ, അനോഖ, നിരാലി, ആകാശ്, ആസ്മാൻ. പിന്നെ നിങ്ങൾ ഇത് എന്തായാലും പഠിച്ചു വെക്കുക. കാരണം പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാവുന്നതാണ്. ഓരോ വാക്കുകളുടെയും അർത്ഥം എന്തായാലും പഠിച്ചു വെക്കുക. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് സമാനമായിട്ടുള്ള വാക്കുകൾ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. പങ്ക്തിയ ഡൂണ്ടേം ലിഖേം. പങ്ക്തിയ എന്ന് പറഞ്ഞാല് വരികള് കണ്ടുപിടിക്കുക, എഴുതുക എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് കുറച്ച് ആശയങ്ങളാണ്. ഇതേ ആശയമുള്ള വരികൾ നമ്മൾ കവിതയിൽ നിന്ന് എടുത്തെഴുതണം. അപ്പൊ ഇവിടെ ഞാൻ ഉത്തരം എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഉത്തരങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു തരാം. ചിടിയ ഏക് ഡാലി സി ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹെ. ചിടിയ പക്ഷിയാണ്. ഡാലി എന്ന് പറഞ്ഞാല് ചില്ല. പക്ഷി ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പറന്നു പോകുന്നു. ഇവിടെ ഞാൻ റെഡ് കളറില് ഡാലി എന്നും ഉഡ് എന്നുള്ളതും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് ഡാലി, ഉഡ്, അതായത് വാക്കുകൾ ഈ ക്വസ്റ്റ്യനിലുള്ള അതേ വാക്ക് കവിതയിലുണ്ടോ എന്ന് തെരഞ്ഞു നോക്കുക. അതേപോലെ തന്നെ വാക്കുകളുടെ അർത്ഥം പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനേ വാലി ചിടിയ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചിടിയ ലോഗോ കെ പാസ് നെഹി ആത്തി ഹെ. ലോഗ് എന്ന് പറഞ്ഞാല് ആളുകളാണ്. പാസ് എന്ന് പറഞ്ഞാല് അടുത്ത്. പക്ഷി ആളുകളുടെ അടുത്ത് വരില്ല. ഇപ്പൊ കവിതയില് പാസ് എന്ന് വരുന്ന വാക്ക് എവിടെയാണെന്ന് തെരഞ്ഞു നോക്കുക. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിലുള്ള സെയിം വാക്ക് എവിടെയാണെന്ന് തെരഞ്ഞു നോക്കിയാൽ മതി. ലാഖ് ബുലാവു ലേക്കിൻ മേരെ പാസ് നാനെ വാലി ചിടിയ എന്നുള്ള വരിയാണ് വരുന്നത്. ചിടിയ ഏക് ഡാലി സെ ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹെ എന്നതിന് സമാനമായ ആശയമുള്ള വരി ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനേ വാലി ചിടിയ എന്നതാണ്. അടുത്ത ചോദ്യം, ചിടിയ ലോഗോ കെ പാസ് നെഹി ആത്തി ഹെ. ലാഖ് ബുലാവു ലേക്കിൻ മേരെ പാസ് നാനെ വാലി ചിടിയ എന്നതാണ് അതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചിടിയ പത്തോമേ ചിപ്പുക്കർ ഗാത്തി ഹെ. പത്ത എന്ന് പറഞ്ഞാല് ഇലയാണ്. ചിപ്പിക്കർ മറഞ്ഞിരുന്നുകൊണ്ട്. അപ്പൊ അത് രണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വാക്കുകൾ നമ്മുടെ കവിതയിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ഉത്തരം ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കവിതയിൽ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താം. ഇത് കവിതയിലെ രണ്ടാമത്തെ സ്റ്റാൻസിയാണ്. അതിലെ മൂന്നാമത്തെയും നാലാമത്തെയും വരിയാണ് ഉത്തരം വരുന്നത്. ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിപ്പുക്കർ ഗാനേ വാലി ചിടിയ എന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എഴുതാം. ചിടിയ ദാന ഖാക്കർ ജൽദി ഉഡ് ജാത്തി ഹെ. ദാന എന്ന് പറഞ്ഞാല് ധാന്യാണ്. ഖാക്കർ കഴിച്ചിട്ട്, തിന്നിട്ട്. ജൽദി എന്ന് പറഞ്ഞാല് പെട്ടെന്ന്. പക്ഷി ധാന്യം തിന്നിട്ട് പെട്ടെന്ന് പറന്നു പോകുന്നു. അപ്പൊ ഇതിന്റെ സമാനമായിട്ടുള്ള അർത്ഥം കവിതയിൽ എവിടെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഉത്തരം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൂന്നാമത്തെയും നാലാമത്തെയും വരി ദാന ഖാക്കർ പർഫട്ട് കാക്കർ ചട് ഉഡ് ജാനേ വാലി ചിടിയ എന്നതാണ് ഉത്തരം വരുന്നത്. അപ്പൊ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലായല്ലോ. ദാന എന്നുള്ള വാക്ക് കവിതയിലുണ്ട്. ഖാക്കർ എന്നുള്ള വാക്കും കവിതയിലുണ്ട്. ഉഡ് എന്നുള്ള വാക്കും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ഇത് ശ്രദ്ധിച്ചിട്ട് ഉത്തരം എഴുതുക. അതേപോലെ തന്നെ നിങ്ങൾ വാക്കുകളുടെ അർത്ഥവും പഠിച്ചു വെക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ചോദ്യം വരുമ്പോ എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാനും ശരിയായ ഉത്തരങ്ങൾ എഴുതാനും സാധിക്കുക. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം വായിച്ച് അതിന്റെ ഉത്തരങ്ങൾ എഴുതാം. കവിതാസെ ചുൻകർ ലിഖേം. കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉഡ്നേവാലി. ഉഡ്നേവാലി എന്ന് പറഞ്ഞാല് പറക്കുന്ന. ഇപ്പൊ കവിതയിൽ നിന്ന് വാലി, അതായത് ചെയ്യുന്ന എന്നർത്ഥമുള്ള വാക്കുകൾ എടുത്തെഴുതണം. അപ്പൊ നമ്മൾ കവിത പഠിച്ചപ്പോൾ ഒരുപാട് വാക്കുകൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കവിതയിൽ നോക്കിയിട്ട് ഇവിടെ എടുത്തെഴുതാം. ഇവിടെ രണ്ട് വാക്കുകളാണ് വരുന്നത്. ഉടനേവാലി, അത് നമ്മുടെ ടെക്സ്റ്റില് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് താഴെയുള്ളത് എടുത്തെഴുതാം. ഗാനേവാലി, പാടുന്ന എന്നതാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഇനി അടുത്ത വരിയിലെ വാക്ക് നോക്കാം. ഇവിടെ രണ്ട് വാക്കുകളാണ് വരുന്നത്. ജാനേവാലി,
ഗാനേവാലി. ഗാനേവാലി എന്നുള്ള വാക്ക് മുന്നത്തെ വരിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജാനേവാലി എന്നുള്ളത് നമുക്ക് എടുത്തെഴുതാം. ഇനി അടുത്ത വരിയിലുള്ള വാക്കുകൾ നോക്കാം. ഇവിടെയും രണ്ട് വാക്കുകളാണ് വരുന്നത്. ഖാനേവാലി തിന്നുന്ന, ജാനേവാലി മുൻപ് 2 തവണയും ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വരിയിലുള്ള ഈ വാക്ക് നോക്കാം. ഇവിടെയും ജാനേവാലി എന്നുള്ള വാക്കുണ്ട്, പിന്നെ ആനേവാലി എന്നുള്ള വാക്കാണ് വരുന്നത്. അപ്പൊ നമുക്കിനി അത് എഴുതി കൊടുക്കാം. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ജാനേവാലി എന്നുള്ള വാക്ക് 2 തവണ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഉടനേവാലി, ജാനേവാലി, ആനേവാലി, ഗാനേവാലി, ഖാനേവാലി, ജാനേവാലി. പിന്നെ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എഴുതാം. ऊपर के नमूने के अनुसार शब्द बनाए. മുകളിലത്തെ പാറ്റേൺ സാമ്പിളുകൾ അനുസരിച്ച് വാക്കുകൾ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 4 വാക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. പി, ദേഖ്, ബീഗ്, കർ. അതിന്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പീനേവാലി, ദേഖ്നേവാലി, ബീഗ്നേവാലി, കർനേവാലി. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. പങ്ക്തിയാം ജോഡേം. പങ്ക്തിയാം വരികൾ കൂട്ടിച്ചേർക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് കവിത എഴുതാന്. ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുള്ളത് വായിച്ചു നോക്കാം. ഗോസ്ല ബനാന, പാനി പീന, ബാരിഷ് മേ ഭീഗന, പ്യാർ കർന. അപ്പൊ ഇത് കവിതയാക്കിയിട്ട് എഴുതി നോക്കാം. ഇങ്ങനെയാണ് കവിത വരുന്നത്. നമ്മുടെ നീലി ചിടിയ എന്ന കവിതയിലെ ആദ്യത്തെ 4 വരി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് മുഴുവനായിട്ട് ഒരുമിച്ച് വായിച്ചു നോക്കാം. നീലി ആസ്മാൻ സെ ഉത്തരി, നീലി ഏക് നിരാലി ചിടിയ, ഗാത്തി ഉഡ്നെ വാലി ചിടിയ, ഉഡ്തി ഗാനെ വാലി ചിടിയ, घोंसला बनाने वाली चिड़िया, पानी पीने वाली चिड़िया, बारिश में भीगने वाली चिड़िया, प्यार करने वाली चिड़िया. അപ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. കാരണം ഇതൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടാവുക. നീലി ചിടിയ എന്നുള്ള കവിതയും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് രൂരു എന്നാണ്. പാറു ആനന്ദ് എഴുതിയൊരു കഹാനിയാണിത്. കഹാനി എന്ന് പറഞ്ഞാൽ കഥ, സ്റ്റോറി എന്നുള്ള അർത്ഥമാണ്. നമ്മുടെ സ്റ്റോറിയുടെ പേരെന്താണ്? രൂരു എന്നാണ് അല്ലെ. രൂരു എന്നത് ഒരമ്മയായ കങ്കാരു അതിന്റെ കുഞ്ഞിനെ വിളിക്കുന്ന പേരാണ്. അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഓരോ വാക്കിന്റെയും അർത്ഥം പറഞ്ഞതിന് ശേഷം ഒരു വരിയുടെ മുഴുവനായിട്ടുള്ള അർത്ഥം പറഞ്ഞുതരാം. രൂരു ഏക് കങ്കാരു കാ ബച്ചാ ഥാ. രൂരു എന്നത് ഒരമ്മയായ കങ്കാരു അതിന്റെ കുഞ്ഞിനെ വിളിക്കുന്ന പേരാണ്. ഏക് എന്ന് പറഞ്ഞാല് 1 എന്നും ഒരു എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ഇവിടെ ഒരു എന്നതാണ് വരുന്നത്. കങ്കാരു എന്ന് പറഞ്ഞാല് കങ്കാരു തന്നെയാണ്. ബച്ച എന്ന് പറഞ്ഞാല് കുട്ടി, കുഞ്ഞ്. ബച്ചാ ഥാ എന്ന് പറഞ്ഞാല് കുട്ടി ആയിരുന്നു. രൂരു ഒരു കങ്കാരുവിന്റെ കുട്ടിയായിരുന്നു. കങ്കാരു കെ ബച്ചോं को ജോയിസ് कहते हैं. കങ്കാരു എന്ന് പറഞ്ഞാല് കങ്കാരു തന്നെയാണ്. ബച്ചോं को കുട്ടികളെ, ജോയിസ്, ജോയിസ് എന്ന് പറഞ്ഞാല് ജോയി, ജോയിസ് കെഹത്തെ ഹെ എന്ന് പറഞ്ഞാല് എന്ന് വിളിക്കുന്നു, എന്ന് പറയുന്നു. കങ്കാരുവിന്റെ കുട്ടികളെ ജോയി എന്ന് വിളിക്കുന്നു. वैसे ही जैसे कुत्ते के बच्चे को पिल्ला और बिल्ली के बच्चे को बिलौटा कहते हैं. കുത്ത എന്ന് പറഞ്ഞാല് നായയാണ്. പട്ടിക്കുട്ടിക്കും നായക്കുട്ടിക്കും ഒക്കെ പില്ല എന്നാണ് പറയുന്നത്. ബില്ലി എന്ന് പറഞ്ഞാല് പൂച്ചയാണ്. പിലോട്ട എന്ന് പറഞ്ഞാല് പൂച്ചക്കുട്ടിയാണ്. നായയുടെ കുട്ടിയെ നായക്കുട്ടി എന്നും പൂച്ചയുടെ കുട്ടിയെ പൂച്ചക്കുട്ടി എന്നും വിളിക്കുന്നത് പോലെ. അതായത് നായയുടെ കുട്ടിയെ നായക്കുട്ടി എന്നും പൂച്ചയുടെ കുട്ടിയെ പൂച്ചക്കുട്ടി എന്നും വിളിക്കുന്നത് പോലെ കങ്കാരുവിന്റെ കുഞ്ഞിനെ ജോയ്സ് എന്ന് വിളിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങള് നായയുടെ കുട്ടിയെ പില്ല എന്നാണ് പറയുന്നതെന്നും പൂച്ചയുടെ കുട്ടിയെ ബിലൗട്ട എന്നാണ് പറയുന്നതെന്നും കങ്കാരുവിന്റെ കുട്ടിയെ ജോയ്സ് എന്നാണ് പറയുന്നതെന്നും പഠിച്ചു വെക്കുക.
കാരണം പരീക്ഷയ്ക്ക് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ചിത്രങ്ങൾ തന്ന് അത് യോജിപ്പിച്ച് എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ചിത്രം തന്നിട്ട് അതിന്റെ പേര് എഴുതി കൊടുക്കാനൊക്കെ ആയിരിക്കും ചോദ്യം വരുന്നുണ്ടാവുക. അപ്പൊ അത് നന്നായി പഠിച്ചു വെക്കുക. പിന്നെ ഓരോ വാക്കിന്റെയും അർത്ഥം അതിന്റെ മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹിന്ദി അറിയില്ലെങ്കിലും ഇപ്പൊ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയുന്നതൊക്കെ മാർക്ക് ചെയ്യുക, അർത്ഥങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ എഴുതി പഠിക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ നമുക്കിനി ഇതിന്റെ ബാക്കി വായിച്ചു നോക്കാം. ഇവിടെ ചെറുതും വലുതുമായ കുറച്ച് കങ്കാരുവിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. ഉസ്കി അമ്മി ഉസെ रू रू बुलाती थी क्योंकि वह हमेशा रोता रहता था. ഉസ്കി അവന്റെ, അമ്മി എന്ന് പറഞ്ഞാല് അമ്മ, ഉസി എന്ന് പറഞ്ഞാൽ അവനെ, റൂരു ബുലാത്തി ഥി അവന്റെ അമ്മ അവനെ റൂരു എന്ന് വിളിക്കുമായിരുന്നു. ക്യോംകി കാരണം, വഹ് ഹമീഷ വഹ് എന്ന് പറഞ്ഞാൽ അവൻ, ഹമീഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവന്റെ അമ്മ അവൻ എന്തുകൊണ്ടാണ് രൂരു എന്ന് വിളിച്ചത്? അവൻ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. റോ ക്യൂ രഹേ ഹോ, രോന എന്ന് പറഞ്ഞാല് കരയുക. എന്തിനാ കരയുന്നത്? അമ്മീനെ ഫിർ പൂച്ച, അമ്മി എന്ന് പറഞ്ഞാല് അമ്മയാണ്, ഫിർ എന്ന് പറഞ്ഞാല് വീണ്ടും, പൂച്ച ചോദിച്ചു, അമ്മ വീണ്ടും ചോദിച്ചു എന്തിനാ കരയുന്നത്? क्या तुमको बहुत अकेला अकेला लगता है बेटा? जेब से एक बारीक सी आवाज आई. ജേബ് എന്ന് പറഞ്ഞാല് പോക്കറ്റ് എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ നമ്മളിവിടെ വരുന്നത് കങ്കാരു സഞ്ചി എന്നാണ്. അതായത് കങ്കാരുന്റെ വയറിന്റെ ഭാഗത്ത് കുഞ്ഞിനെ സംരക്ഷിക്കുന്ന സഞ്ചിയാണ് കേട്ടോ ഈ ജേബ് എന്ന് പറയുന്നത്. അതിലാണ് നമ്മുടെ രൂരു ഉള്ളത്. ഏക്ക് എന്ന് പറഞ്ഞാല് ഒരു, ബാരീക്ക് സി ആവാസ് നീർത്ത സ്വരം, ആവാസ് എന്നുള്ളതിന് ശബ്ദം, സ്വരം എന്നൊക്കെ പറയും. ആയി വന്നു, കങ്കാരുവിന്റെ സഞ്ചിയിൽ നിന്ന് ഒരു നേർത്ത സ്വരം വന്നു. ഹാ മേരാ കോയി ദോസ്ത് നെഹി, ഹാ എന്ന് പറഞ്ഞാല് അതെ, മേരാ കോയി ദോസ്ത് നെഹി, ദോസ്ത് എന്ന് പറഞ്ഞാല് സുഹൃത്ത്, ഫ്രണ്ട്, ചെങ്ങാതി, കൂട്ടുകാരൻ, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. നെഹി എന്ന് പറഞ്ഞാല് ഇല്ല, എനിക്കൊരു ഫ്രണ്ടും ഇല്ല, എനിക്കൊരു സുഹൃത്തും ഇല്ല, എനിക്കൊരു ചെങ്ങാതി ഇല്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ രൂരു പറഞ്ഞു. അപ്പൊ ഇത് ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കാം, ആരാണ് മേരാ കോയി ദോസ്ത് നെഹി എന്ന് പറഞ്ഞത്? അപ്പൊ എന്തെഴുതണം? രൂരു ആണ്, നമ്മുടെ കങ്കാരുവിന്റെ കുട്ടിയാണ്. കങ്കാരുവിന്റെ കുട്ടിക്ക് ഹിന്ദിയിൽ എന്താ പറയാ? ജോയ്സ്. അപ്പൊ അതും പഠിച്ചു വെക്കാം. അപ്പൊ നമുക്കിനി ബാക്കി വായിച്ചു നോക്കാം. അമ്മി ഖുഷീസെ കൂദിനെ ഫാന്തിനെ ലഗി. ഖുഷി എന്ന് പറഞ്ഞാല് സന്തോഷം, ഖുഷീസെ എന്ന് പറഞ്ഞാല് സന്തോഷം കൊണ്ട്, കൂദിനെ ഫാന്തിനെ ലഗി തുള്ളിച്ചാടാൻ തുടങ്ങി. അമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. തോ ഇസ്ലിയെ ഉദാസ് രഹതാ ഥാ മേരാ ബച്ഛ. തോ ഇസ്ലിയെ, ഇസ്ലിയെ എന്ന് പറഞ്ഞാല് അതുകൊണ്ട്, ഉദാസ് എന്ന് പറഞ്ഞാല് ദുഃഖിതൻ, ദുഃഖം, സങ്കടം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. മേര എന്ന് പറഞ്ഞാല് എന്റെ, ബച്ച എന്ന് പറഞ്ഞാല് കുട്ടി. അതുകൊണ്ടാണ് എന്റെ കുട്ടി, എന്റെ കുഞ്ഞ് ദുഃഖിതനായിരുന്നത്, സങ്കടപ്പെട്ടിരുന്നത് എന്ന് അമ്മ പറയാണ്. വോ ദേർ തക് കൂദ്തി രഹി, കൂദ്തി ഹി രഹി. ദേർ തക് എന്ന് പറഞ്ഞാല് കുറെ നേരം. അമ്മ എന്താണ് കുറെ നേരം ഇങ്ങനെ ചാടിക്കൊണ്ടേയിരുന്നു. ഈ ചിത്രത്തില് 4 കങ്കാരുകൾ ഉണ്ടല്ലേ, അവരൊക്കെ എന്ത് ചെയ്തു? ഇങ്ങനെ ചാടിക്കൊണ്ടേയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. റൂറു അബ് ടൈം ആഗിയ ബച്ച. അബ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ, ടൈം എന്ന് പറഞ്ഞാല് ടൈം, സമയം എന്നുള്ള അർത്ഥാണ്. റൂറു ഇപ്പോൾ സമയായി കുട്ടി, കുഞ്ഞെ എന്ന് അമ്മ പറഞ്ഞു. അമ്മിക്ക് ഗോദ് സെ നിക്കലോ और बाहर जाकर दोस्त बनाओ. അമ്മി എന്ന് പറഞ്ഞാല് അമ്മ, ഗോദ് എന്ന് പറഞ്ഞാല് മടിത്തട്ട്, ഗോദ്സി എന്ന് പറഞ്ഞാല് മടിത്തട്ടിൽ നിന്ന്, ബാഹർ എന്ന് പറഞ്ഞാല് പുറത്ത്, ജാക്കർ പോയി, ദോസ്ത് എന്ന് പറഞ്ഞാല് ഫ്രണ്ട്, ചങ്ങാതി, കൂട്ടുകാരൻ, സുഹൃത്ത്, അങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട്.
അപ്പൊ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയി ഫ്രണ്ട്സിനെ ഉണ്ടാക്കൂ എന്ന് അമ്മ പറഞ്ഞു. അതായത് ഈ കങ്കാരുവിന്റെ കുഞ്ഞ് പ്രസവിച്ച് 6 തൊട്ട് 9 മാസക്കാലം വയറ്റിലുള്ള സഞ്ചിയിലാണ് പാല് കുടിച്ച് വളരുന്നത്. അപ്പൊ ഈ അമ്മയായ കങ്കാരു ആണ് എല്ലാ ഭക്ഷണവും കൊടുക്കുന്നത്. അങ്ങനെ പുറത്തിറങ്ങാത്തത് കൊണ്ടാണ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത്. അപ്പൊ നമ്മുടെ കുട്ടിയായ കങ്കാരു എന്താ പറഞ്ഞത്? എനിക്ക് ഒരു ഫ്രണ്ട്സും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്താ പറഞ്ഞത്? ഇപ്പോ സമയമായി, പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? പുറത്തുപോയി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ അമ്മ പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്നൊരു ചോദ്യം വരാം, ആരാണ് പുറത്തുപോയി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറഞ്ഞത് എന്നുള്ളത്? ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ എന്ന് ആരാണ് പറഞ്ഞത്? കങ്കാരു ആണല്ലേ, നമ്മുടെ കുട്ടിയായ നമ്മുടെ രൂരുവിന്റെ അമ്മയാണ് പറഞ്ഞത്. അപ്പോ കങ്കാരു എന്നുള്ളത് നിങ്ങൾ ചിത്രം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനാണെങ്കിൽ അത് മാർക്ക് ചെയ്യുക. രൂരുവിനെ തോടാ ഡർത്തെ ഹുവേ झिझकते हुए होले से അമ്മി കി ജേബ് സെ സിർ ബാഹർ നിക്കാല. തോട എന്ന് പറഞ്ഞാല് കുറച്ച്, ഡർത്തെ ഹുവേ എന്ന് പറഞ്ഞാല് ഡർ എന്ന് പറഞ്ഞാൽ പേടി, ഡർത്തെ ഹുവേ എന്ന് പറഞ്ഞാല് ഭയന്നുകൊണ്ട്, ജിജത്തെ ഹുവേ എന്ന് പറഞ്ഞാല് മടിയോടെ, ഹോലെ എന്ന് പറഞ്ഞാല് മെല്ലെ, ജീബ് എന്ന് പറഞ്ഞാല് കങ്കാരു സഞ്ചി. അതായത് നമ്മുടെ രൂരു തന്റെ അമ്മയുടെ സഞ്ചിയിലാണ് ഇരിക്കുന്നത്. സിർ എന്ന് പറഞ്ഞാല് തല, ബാഹർ എന്ന് പറഞ്ഞാല് പുറത്ത്. രൂരു കുറച്ച് ഭയന്നുകൊണ്ട് മടിയോടെ മെല്ലെ അമ്മയുടെ സഞ്ചിയിൽ നിന്ന് തല പുറത്തേക്ക് എടുത്തു. ദുനിയാ കിത്നി ബഡി थी, കിത്നി സുന്ദർ, കിത്നി സാരെ രംഗ്, ആവാസേ, കിത്നി ഖുഷ്ബു. ദുനിയ എന്ന് പറഞ്ഞാല് ലോകം, വേൾഡ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ബഡി എന്ന് പറഞ്ഞാല് വലുത്, സുന്ദർ എന്ന് പറഞ്ഞാല് മനോഹരം, ഭംഗിയുള്ളത്, രംഗ് എന്ന് പറഞ്ഞാല് കളർ, നിറം, ആവാസ് എന്ന് പറഞ്ഞാല് ശബ്ദം, ആവാസേം എന്ന് പറഞ്ഞാല് ശബ്ദങ്ങൾ, ഖുഷ്ബു എന്ന് പറഞ്ഞാല് സുഗന്ധം, ഫ്രേഗ്രൻസിനാണ് പറയുന്നത് കേട്ടോ. ലോകം എത്ര വലുതായിരുന്നു, എത്ര മനോഹരം, എത്രയോ അധികം നിറങ്ങൾ, ശബ്ദങ്ങൾ, എന്തൊരു സുഗന്ധം എന്ന് നമ്മുടെ രൂരു ആശ്ചര്യത്തോടെ പറയുകയാണ് തല പുറത്തേക്ക് ഇട്ടപ്പോ. അപ്പൊ അതിന്റെ ചിത്രം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. കങ്കാരുവിന്റെ കുഞ്ഞായ രൂരു തല പുറത്തേക്ക് ഇട്ടപ്പോ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു എന്ന് നമ്മുടെ ഈ കഥയിൽ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് മരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. മരത്തിന് പേട് എന്നാണ് ഹിന്ദിയിൽ പറയാ. പിന്നെ കുരങ്ങനുണ്ട്, കുരങ്ങനെ ബന്ദർ എന്ന് പറയും. പിന്നെ മരത്തില് ഒരു പെരുമ്പാമ്പ് ചുറ്റിക്കിടക്കുന്നുണ്ട്. പെരുമ്പാമ്പിന് അജുഗർ എന്നാണ് ഹിന്ദിയിൽ പറയാ. പാമ്പിന് സാവ് എന്നും പറയും. പിന്നെ ആനയുണ്ട്, ആനയ്ക്ക് ഹാത്തി എന്നാണ് പറയാ. പിന്നെ കരടിയുണ്ട്, കരടിക്ക് ഭാലു എന്ന് പറയും. കുറുക്കന് ലോമഡി എന്ന് പറയും. പിന്നെ മുയലുണ്ട്, മുയലിന് ഗർഗോഷ് എന്നാണ് ഹിന്ദിയിൽ പറയാ. പിന്നെ കങ്കാരു ഉണ്ട്, കങ്കാരുവിന്റെ കുഞ്ഞുണ്ട്, കുഞ്ഞിന് ജോയ്സ് എന്നാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓരോ മൃഗത്തിനും മലയാളത്തിലും ഹിന്ദിയിലും എന്താ പറയാന്ന് ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്കോ നോട്ട് ബുക്കിലേക്കോ എഴുതി വെക്കുക. കാരണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കിനി ബാക്കി വായിച്ചു നോക്കാം. പർ രൂരു സെഹം ഗയ. പർ എന്ന് പറഞ്ഞാല് പക്ഷേ, സെഹം ഗയ എന്ന് പറഞ്ഞാല് പകച്ചുപോയി. പക്ഷെ രൂരു പകച്ചുപോയി. ഇത്നി ബഡി ദുനിയ ഥി ബാഹർ. ഇത്നി എന്ന് പറഞ്ഞാല് ഇത്രയും, ബഡി എന്ന് പറഞ്ഞാല് വലിയ, ദുനിയ ലോകം, വേൾഡ് എന്നുള്ള അർത്ഥാണ്, ബാഹർ പുറത്ത്. ഇത്രയും വലിയ ലോകമായിരുന്നു പുറത്ത് ഇത്രയും വലിയ ലോകമായിരുന്നു എന്ന് കണ്ട് രൂരു പകച്ചുപോയി. അമ്മി കങ്കാരു തോടി ദേർ തോ സബ്ർ കിയേ രഹി. അമ്മി എന്ന് പറഞ്ഞാല് അമ്മ, കങ്കാരു ആണ്. തോടി എന്ന് പറഞ്ഞാല് കുറച്ച്, സബ്ർ കിയേ രഹി ക്ഷമയോടെ നിന്നു. ഈ അമ്മ കങ്കാരു കുറച്ചു നേരം ക്ഷമയോടെ നിന്നു. ഫിർ ഹൽക്കേ സേ ഥപ്കി ദി. ഹൽക്കേ സേ ഥപ്കി ദി എന്ന് പറഞ്ഞാല് മൃദുവായി ചുമലിൽ തട്ടി, അതായത് ഷോൾഡറിൽ തട്ടി. പിന്നെ അമ്മ എന്താ ചെയ്തത്? മൃദുവായിട്ട് ഷോൾഡറിൽ തട്ടി. ഫിർ രൂരു കോ ഖുദ് ജേബ് സേ നിക്കൽനെ കി കോശിഷ് കർത്തെ ദേഖ്നെ ലഗി. ഖുദ് എന്ന് പറഞ്ഞാല് സ്വയം, ജേബ് എന്ന് പറഞ്ഞാല് കങ്കാരുവിന്റെ സഞ്ചി,
കോശിഷ് എന്ന് പറഞ്ഞാല് പരിശ്രമം, എഫേർട്ടിനാണ്. അപ്പോ പിന്നെ രൂരു സ്വയം സഞ്ചിയിൽ നിന്ന് പുറത്തു കടക്കാൻ പരിശ്രമിക്കുന്നത് നോക്കാൻ തുടങ്ങി. ആരാണത് നോക്കാൻ തുടങ്ങിയത്? അമ്മയാണല്ലേ, അമ്മിയാണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്ക. ആഖിർ അവസാനം രൂരു ജേബ് സെ ബാഹർ നിക്കല. രൂരു ജേബ് എന്ന് പറഞ്ഞാല് കങ്കാരുവിന്റെ സഞ്ചി, ബാഹർ എന്ന് പറഞ്ഞാല് പുറത്ത്. രൂരു സഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങി, പുറത്തു വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എന്താ അവസാനം സംഭവിച്ചത്? രൂരു അമ്മയുടെ സഞ്ചിയിൽ നിന്ന് പുറത്തു വന്നു. നമുക്ക് ഇവിടെ ഒരു അമ്മയുടെ ആഴത്തിലുള്ള സ്നേഹം കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം രൂരു ഫ്രണ്ട്സ് ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള സങ്കടപ്പെട്ടിരിക്കുമ്പോ അമ്മ ഇത് പറയാതെ തന്നെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് സഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിച്ച് മടിച്ച് നിന്ന രൂരുവിനെ സപ്പോർട്ട് ചെയ്ത് പുറത്തിറങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് രൂരു ഈ സഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ബാക്കി വായിച്ച് മനസ്സിലാക്കാം. നീച്ചി ടെഹനി പർ ഏക് ചിടിയ ഗാന ഗാ രഹി ഥി. ടെഹനി എന്ന് പറഞ്ഞാല് മരച്ചില്ല, ഏക് എന്ന് പറഞ്ഞാല് ഒരു, ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷി എന്നാണ്, ഗാന എന്ന് പറഞ്ഞാല് പാട്ട്. താഴ്ന്ന ഒരു മരച്ചില്ലയിൽ ഒരു പക്ഷി പാട്ട് പാടുന്നുണ്ടായിരുന്നു. രൂരുവിനെ ചിടിയാസി പൂച്ചന ചാഹാക്കി ക്യാ ഉസെ ഓർ ഗാനെ ബി ആത്തെ ഹെ. ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷിയാണ്, ബേർഡ് എന്നുള്ള അർത്ഥാണ്. പൂച്ചന എന്ന് പറഞ്ഞാല് ചോദിക്കാൻ, ചാഹ ആഗ്രഹിച്ചു. രൂരു ഈ പക്ഷിയോട് ചോദിക്കാൻ ആഗ്രഹിച്ചു, അതിന് ഇനിയും കൂടുതൽ പാട്ടുകൾ അറിയുമോ എന്ന്. ക്യാ വോ ഉസെ ഗാന സിഖാദേഗി. ഗാന എന്ന് പറഞ്ഞാല് പാട്ടാണ്, സിഖാദേഗി എന്ന് പറഞ്ഞാല് പഠിപ്പിക്കുമോ. ഇപ്പൊ രൂരു, കങ്കാരുവിന്റെ കുഞ്ഞായ രൂരു ആ പക്ഷിയോട് എന്താ ചോദിക്കാൻ ആഗ്രഹിച്ചേ? ഉസെ ഓർ ഗാനെ ബി ആത്തെ ഹെ. ഈ പക്ഷിക്ക് കൂടുതൽ ഇനിയും പാട്ടുകൾ അറിയോ എന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചു. പിന്നെ എന്താ ചോദിക്കാൻ ആഗ്രഹിച്ചേ? ക്യാ വോ ഉസെ ഗാന സിഖാദേഗി. അതായത് പക്ഷി രൂരുവിനെ പാട്ട് പഠിപ്പിക്കുമോ എന്ന്. അപ്പൊ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ പക്ഷി എന്താ ചെയ്തതെന്നറിയോ? പർ ചിടിയ ഉടുക്കർ ദൂസരി പേട് പർ ബാഠ് ഗയി. പർ എന്ന് പറഞ്ഞാല് പക്ഷി, ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷിയാണ്, പേട് എന്ന് പറഞ്ഞാൽ മരം, ബാഠ് ഗയി എന്ന് പറഞ്ഞാല് ഇരുന്നു. പക്ഷി പറന്ന് എന്ത് ചെയ്തു? മറ്റൊരു മരത്തില് ഇരുന്നു. രുക്കോ രുക്കോ ജാവോ മത്. രുക്കോ എന്ന് പറഞ്ഞാല് നിൽക്കൂ. അപ്പൊ രൂരു ഈ പക്ഷിയോട് പറയാണ്, നിൽക്കൂ നിൽക്കൂ, പോകരുത്, പോകല്ലേ എന്ന് പറയാണ്. ചിടിയാക്കെ പീച്ചെ കൂദത്താ ഹുവ രൂരുവിനെ ചില്ലായ. കൂതന എന്ന് പറഞ്ഞാല് ചാടുക എന്നാണ്. ചില്ലായ എന്ന് പറഞ്ഞാല് ഉച്ചത്തിൽ വിളിച്ചു, നമ്മൾ ഒച്ച വെക്കുന്നതിനാണ്. അപ്പൊ രൂരു എന്ത് ചെയ്തു? പക്ഷിയുടെ പിന്നാലെ ചാടിക്കൊണ്ടു രൂരു ഉച്ചത്തില് വിളിച്ചു, അതായത് ഇങ്ങനെ ഒച്ച വെച്ചു. ചിടിയ ബോലി. പക്ഷി പറഞ്ഞു, मैं रुक नहीं सकती, बहुत ബൂരാ ഹോ ഗയാ ഹെ. ബൂര എന്ന് പറഞ്ഞാല് മോശം, നല്ലതല്ലാത്തത് എന്നൊരർത്ഥാണ് വരുന്നത്. ഇവിടെ ആപത്ത് എന്നാണ് വരുന്നത്. ഹോ ഗയാ ഹെ എന്ന് പറഞ്ഞാല് സംഭവിച്ചു, എനിക്ക് നിൽക്കാനാകില്ല, വളരെ വലിയൊരു ആപത്ത് സംഭവിച്ചു എന്ന് പക്ഷി രൂരുവിനോട് പറഞ്ഞു. ക്യാ ബൂരാ ഹുവ. എന്താപത്ത് സംഭവിച്ചു എന്ന് രൂരു പക്ഷിയോട് ചോദിച്ചു. പിച്ഛലി രാത് ഭയാനക തൂഫാൻ ആയാ ഥ. പിച്ഛലി എന്ന് പറഞ്ഞാല് കഴിഞ്ഞ, രാത് എന്ന് പറഞ്ഞാല് രാത്രി, നൈറ്റ് എന്നുള്ള അർത്ഥാണ്. ഭയാനക് എന്ന് പറഞ്ഞാല് ഭയാനകമായ, തൂഫാൻ എന്ന് പറഞ്ഞാല് കൊടുങ്കാറ്റ്. കഴിഞ്ഞ രാത്രി ഭയാനകമായ, പേടിപ്പെടുത്തുന്ന കൊടുങ്കാറ്റ് വന്നിരുന്നു, വീശിയിരുന്നു എന്ന് പക്ഷി രൂരുവിനോട് പറഞ്ഞു. മേരാ ഗോസ്ല ബിഖർ ഗയാ ഹെ. മേര എന്ന് പറഞ്ഞാല് എന്റെ, ഗോസ്ല എന്ന് പറഞ്ഞാല് പക്ഷിക്കൂട്, കൂട് എന്നുള്ള അർത്ഥാണ്. ബിഖർ ഗയാ ഹെ എന്ന് പറഞ്ഞാല് തകർന്നുപോയി, എന്റെ പക്ഷിക്കൂട് തകർന്നുപോയി എന്ന് പക്ഷി രൂരുവിന്റെ അടുത്ത് പറഞ്ഞു. കഹി മേരെ ബച്ചെ ഗിർ ന ജായേ, മേ ഗാന നഹി ഗാ രഹി തി, अपने साथी को बुला रही थी, वो आ जाए तो हम मिलकर जल्दी जल्दी घोंसला ठीक कर ले. മേരെ എന്ന് പറഞ്ഞാല് എന്റെ, ബച്ചെ എന്ന് പറഞ്ഞാല് കുട്ടികൾ, കുഞ്ഞുങ്ങൾ എന്നുള്ള അർത്ഥാണ്. മേ എന്ന് പറഞ്ഞാല് ഞാൻ, ഗാന പാട്ടാണ്. സാത്തി എന്ന് പറഞ്ഞാല് കൂട്ടുകാരൻ, കൂട്ടുകാരി, പങ്കാളി, ഇണ, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ബുലാരഹീത്തി എന്ന് പറഞ്ഞാല് വിളിക്കുകയായിരുന്നു. ഹം എന്ന് പറഞ്ഞാല് ഞങ്ങൾ എന്നുള്ള അർത്ഥാണ്.
ജൽദി എന്ന് പറഞ്ഞാല് പെട്ടെന്ന്, വേഗത്തിൽ. ഗോസ്ല എന്ന് പറഞ്ഞാല് കൂട് എന്നുള്ള അർത്ഥാണ്. രാത്രിയില് ഭയാനകമായ കൊടുങ്കാറ്റ് വീശിയിട്ട് ഈ പക്ഷിയുടെ കൂട് തകർന്നു എന്ന് പക്ഷി പറയുന്നുണ്ട് രൂരുവിന്റെ അടുത്ത്. അപ്പൊ പക്ഷികളുടെ കൂട്ടിൽ എന്താ ഉണ്ടായിരിക്കുക? അവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ രാത്രിയില് ഭയാനകമായ കൊടുങ്കാറ്റ് വീശിയിട്ട് ഈ പക്ഷിയുടെ കൂട് തകർന്നു. അപ്പൊ പക്ഷിയുടെ കൂട്ടിൽ എന്താ ഉണ്ടായിരിക്കുക? അതിന്റെ കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പക്ഷിക്ക് പേടിയുണ്ട് എവിടെയെങ്കിലും തന്റെ കുഞ്ഞുങ്ങൾ വീഴുകയില്ലേന്ന്. അപ്പൊ ഈ കുട്ടികളെ വീഴാതിരിക്കാൻ മേ ഗാനാ നഹി ഗാ രഹി തീ അപ്പനെ സാഥി കോ ബുലാ രഹി തീ, ഈ പക്ഷി പാട്ട് പാടുകയായിരുന്നില്ല. അപ്പനെ സാഥി കോ ബുലാ രഹി തീ, തന്റെ സുഹൃത്തിനെ, തന്റെ കൂട്ടുകാരനെ വിളിക്കുകയായിരുന്നു. वो आ जाए तो हम मिलकर जल्दी जल्दी घोंसला ठीक कर ले. ആ പക്ഷിയുടെ സാത്തി വന്നു കഴിഞ്ഞാല് ഞങ്ങൾ ഒരുമിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? വേഗത്തില് പക്ഷിക്കൂട് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പക്ഷി പാട്ട് പാടിക്കൊണ്ടിരുന്നത്. പക്ഷെ പക്ഷി എന്താ പറയുന്നത്? ഞാൻ പാട്ട് പാടുകയായിരുന്നില്ല, എന്റെ സാത്തിയെ വിളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. രൂരുവും പക്ഷിയും സംസാരിക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പക്ഷി രൂരുവിന്റെ അടുത്ത് എന്താ പറയുന്നത്? എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ആപത്ത്? കഴിഞ്ഞ രാത്രിയില് ഒരു കൊടുങ്കാറ്റ് വീശിയിട്ട് ആ പക്ഷിയുടെ കൂട് തകർന്നു. അപ്പൊ രൂരു ഈ പക്ഷി മരച്ചില്ലയിൽ ഇരുന്ന് പാട്ട് പാടുകയാണ് എന്നാണല്ലേ ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പൊ ഈ പക്ഷി പറയാണ്, ഞാൻ പാട്ട് പാടുകയായിരുന്നില്ല, എന്റെ സാത്തിയെ വിളിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്? ഈ പക്ഷിയുടെ കൂട് വേഗത്തിൽ എളുപ്പത്തില് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കഥ ഇതുവരെ മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വായിച്ചു നോക്കാം. രൂരു ചിടിയാ കെ സാത്ത് ചൽപട. ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷിയാണ്, സാത്ത് എന്ന് പറഞ്ഞാല് കൂടെ, ഒപ്പം. ഇപ്പൊ രൂരു പക്ഷിയോടൊപ്പം ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പക്ഷി പറന്നു പോവുകയും രൂരു അതിന്റെ കൂടെ നടന്നു. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഹുവേ തേ. ബച്ചെ എന്ന് പറഞ്ഞാല് കുട്ടികള്, കുഞ്ഞുങ്ങള്. ജമീൻ എന്ന് പറഞ്ഞാല് നിലത്ത്. ബേഹാൽ എന്ന് പറഞ്ഞാല് ബൂരിയ ഹാലത് മീം എന്നാണ്. അതായത് മോശപ്പെട്ട അവസ്ഥയിൽ, ഈ കുട്ടികളെ നിലത്ത് മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ചിടിയ ജോർ സെ റോയി. ചിടിയ പക്ഷി, ബേർഡ് എന്നുള്ള അർത്ഥാണ്. ജോർ സെ എന്ന് പറഞ്ഞാല് ഉച്ചത്തില്. രോയി എന്ന് പറഞ്ഞാല് കരഞ്ഞു. പക്ഷി ഉച്ചത്തില് കരഞ്ഞു. തന്റെ കുഞ്ഞുങ്ങളെ നിലത്ത് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്തു? ഈ പക്ഷി ഒച്ചത്തില് കരഞ്ഞു. ഉസ്കി ആവാസ് സുൻ ഉസ്കാ സാത്തി ഉഡ്താ ഹുവാ ആയ. ആവാസ് എന്ന് പറഞ്ഞാല് ശബ്ദം, സൗണ്ട് എന്നുള്ള അർത്ഥാണ്. സാത്തി എന്ന് പറഞ്ഞാല് കൂട്ടുകാരൻ, കൂട്ടുകാരി, പങ്കാളി, ഇണ, ഫ്രണ്ട്, അങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട്. ഉഡ്ത എന്ന് പറഞ്ഞാല് പറന്ന്, ആയ വന്നു. അപ്പൊ അവളുടെ ശബ്ദം കേട്ട്, ഈ പക്ഷിയുടെ ശബ്ദം കേട്ടിട്ട് അതിന്റെ കൂട്ടുകാരൻ പറന്നു വന്നു. ഉൻ ദോനോ കോ ഉദാസ് ദേഖ് രൂരു കോ ഏക് ഖ്യാലായ. ഉദാസ് എന്ന് പറഞ്ഞാല് സങ്കടം, ദുഃഖം. അപ്പൊ ഈ അവർ രണ്ടുപേരുടെയും സങ്കടം കണ്ട്, ദുഃഖം കണ്ടിട്ട് രൂരുവിന് ഒരു ചിന്ത വന്നു. മുജെ ഏക് ജഗ മാലൂം ഹെ. ഇപ്പൊ രൂരു ഈ പക്ഷികളോട് പറയാണ്, മുജെ എനിക്ക്, ഏക് എന്ന് പറഞ്ഞാല് ഒരു, ജഗ എന്ന് പറഞ്ഞാല് സ്ഥലം, മാലൂം എന്ന് പറഞ്ഞാല് അറിയാം, എനിക്കൊരു സ്ഥലം അറിയാം. ജബ് തക് ബच्चे ഉഡ്നെ ലായക് नहीं हो जाते वे आराम से वही रह सकते हैं. ഉഡ്നെ ലായക് എന്ന് പറഞ്ഞാല് പറക്കാനുള്ള പ്രാപ്തി. വേ എന്ന് പറഞ്ഞാല് അവർ, ആരാംസെ എന്ന് പറഞ്ഞാല് സ്വസ്ഥായിട്ട്. ഇപ്പൊ രൂരു എന്താ പറയുന്നത്? എനിക്കൊരു സ്ഥലം അറിയാം, കുട്ടികൾ പറക്കാന് പ്രാപ്തരാകുന്നത് വരെ, അല്ലെങ്കിൽ ഈ കുട്ടികൾ പറക്കാനുള്ള പ്രാപ്തി എപ്പോഴാണോ ആകുന്നത്, അതാകുന്നത് വരെ അവർക്ക് സ്വസ്ഥമായിട്ട് അവിടെ താമസിക്കാമെന്ന് ഈ രൂരു ഈ പക്ഷികളോട് പറയാണ്. फिर क्या था? रूरू की मदद से अम्मी ने धीरे धीरे सारे बच्चों को अपनी नरम मुलायम जेब में रख लिया. फिर क्या था? പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നെ എന്താ ഉണ്ടായത്? മദദ് എന്ന് പറഞ്ഞാല് സഹായം, അമ്മി എന്ന് പറഞ്ഞാല് അമ്മയാണ്, രൂരുവിന്റെ അമ്മയാണ്, അതായത് നമ്മുടെ കങ്കാരു. ധീരെ ധീരെ, പതുക്കെ. സാരെ എന്ന് പറഞ്ഞാല് മുഴുവൻ അല്ലെങ്കിൽ എല്ലാം. നരം എന്ന് പറഞ്ഞാല് മൃദുവായ, സോഫ്റ്റ് ആയിട്ടുള്ളത്. മുലായം എന്ന് പറഞ്ഞാല് കോമളമായ. ജേബ് എന്ന് പറഞ്ഞാല് സഞ്ചി, പൗച്ച് എന്നുള്ള അർത്ഥമാണ് വരുന്നത്.
അപ്പൊ രൂരു ഈ പക്ഷിയെയും കുഞ്ഞുങ്ങളെയും എങ്ങോട്ടാണ് കൊണ്ടുവന്നത്? തന്റെ അമ്മയുടെ അടുത്തേക്കാണല്ലേ. അപ്പൊ അമ്മ എന്താ ചെയ്തത്? രൂരു കി മദദ് സേ, രൂരുവിന്റെ സഹായത്തോടെ അമ്മ എന്ത് ചെയ്തു? പതുക്കെ പതുക്കെ മുഴുവൻ കുട്ടികളെയും തന്റെ മൃദുവായിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കോമളമായിട്ടുള്ള സഞ്ചിയില് വെച്ചു, തന്റെ പൗച്ചില് വെച്ചു. യഹാ ഉനെ കോയി ഖതര നഹീ താ. യഹാ എന്ന് പറഞ്ഞാല് ഇവിടെ, ഖതര എന്ന് പറഞ്ഞാല് അപകടം. ഇവിടെ അവർക്ക് ഒരു അപകടം ഉണ്ടായിരുന്നില്ല. ചിടിയാം ഖുഷി സെ ഗാനെ ലഗി. ചിടിയാം എന്ന് പറഞ്ഞാല് പക്ഷികൾ, ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷി, ഖുഷി എന്ന് പറഞ്ഞാല് സന്തോഷം, ഗാനെ ലഗി എന്ന് പറഞ്ഞാല് പാടാൻ തുടങ്ങി. പക്ഷികൾ സന്തോഷത്തോടെ പാടാൻ തുടങ്ങി. ഉനോനെ രൂരു കോ ബി ഗാനാ സിഖാ ദിയ. അവര് രൂരുവിനെയും പാടാൻ പഠിപ്പിച്ചു. ഉസ് രാത് രൂരു ആഹിസ്താ സി സംഭൽക്കർ അമ്മി കി ജേബ് മേം ഗുസ. രാത്രി എന്ന് പറഞ്ഞാല് രാത്രി, നൈറ്റ് എന്നുള്ള അർത്ഥാണ്. ആഹിസ്ത എന്ന് പറഞ്ഞാല് പതുക്കെ, സംഭൽക്കർ ശ്രദ്ധിച്ച്, അമ്മി എന്ന് പറഞ്ഞാല് അമ്മയാണ്, ജേബ് എന്ന് പറഞ്ഞാല് സഞ്ചി, പൗച്ച് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നു പോവരുത്. അതിനാണ് ജേബ് എന്നുള്ളതും അമ്മി എന്നുള്ള വാക്കുകളൊക്കെ വീണ്ടും ആവർത്തിച്ച് അർത്ഥം പറഞ്ഞു തരുന്നത്. ഗുസ എന്ന് പറഞ്ഞാല് കയറി. ആ രാത്രി രൂരു പതുക്കെ ശ്രദ്ധിച്ച് അമ്മയുടെ സഞ്ചിയിൽ കയറി. വഹ് ചിടിയോ കി ബഗൽ മേ ദുബക് ഗയ. ബഗൽ മേ എന്ന് പറഞ്ഞാല് അരികില്, ദുബക് ഗയ എന്ന് പറഞ്ഞാല് പതുങ്ങിക്കിടന്നു. ഈ രൂരു ഈ പക്ഷികളുടെ അരികില് പതുങ്ങിക്കിടന്നു. അബ്വോ അക്കേല നഹീത. അബ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ, അക്കേല എന്ന് പറഞ്ഞാല് ഒറ്റയ്ക്ക്. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു, തനിച്ചല്ലായിരുന്നു. രൂരുവിന്റെ സഹായത്തോടെ ഈ അമ്മയായ കങ്കാരു പതുക്കെ എല്ലാ കുട്ടികളെയും തന്റെ സോഫ്റ്റ് ആയിട്ടുള്ള പോക്കറ്റിൽ വെച്ചു. ഇപ്പൊ ഈ പക്ഷികൾക്ക് ഒരു അപകടം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരുടെ ഒരുപാട് സന്തോഷത്തോടെ പാട്ട് പാടാൻ തുടങ്ങി. രൂരുവിനും ഈ പാട്ട് പാടാൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ രൂരു പതുക്കെ ശ്രദ്ധിച്ച് തന്റെ അമ്മയുടെ സഞ്ചിയിൽ കയറി. എന്നിട്ട് ആ പക്ഷികളുടെ അരികില് പതുങ്ങിക്കിടന്നു. ഇതുവരെ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് പരാതി പറഞ്ഞിരുന്ന രൂരു ഇപ്പൊ ഒറ്റയ്ക്കല്ല. ഇവിടെ ഒരു അമ്മ ആത്മാർത്ഥതയോടെ തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും ആഴത്തിൽ സ്നേഹിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കഥയില് പരസ്പര സ്നേഹത്തെക്കുറിച്ചും പരസ്പരം സഹായിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതായത് ഒരാള് മറ്റൊരാളെ സഹായിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ നിങ്ങളും അത് മനസ്സിലാക്കുക. രൂരുവിനെ പോലെ നിങ്ങളെ കൂടെ ഉള്ളവരെന്തേലും പ്രശ്നത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുക. രൂരു എന്നുള്ള കഹാനി ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത്. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പല പ്രധാനപ്പെട്ട പോയിന്റ്സുകളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. പിന്നെ ഈ കഥയിലുള്ള ഓരോ ഇൻസിഡൻസ് നിങ്ങൾ ഓർത്തു വെക്കുക. കാരണം ഈ കഥയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ തന്ന് അത് നിങ്ങളോട് ക്രമത്തിൽ എഴുതാനുള്ള ചോദ്യം വരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ കങ്കാരു പറഞ്ഞ കാര്യവും രൂരു പറഞ്ഞ കാര്യവും അമ്മയായ കങ്കാരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്കും ചോദ്യമായിട്ട് വരാവുന്നതാണ്. രൂരു എന്ന കഹാനി നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താം. കിസ്നെ കഹ, ആര് പറഞ്ഞു എന്ന ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മളെ രൂരു എന്ന കഥയിലെ 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഇവര് 3 പേരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോ ഇവരിൽ ആരാണ് ഈ താഴെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്ന് നമ്മൾ കണ്ടെത്തി എഴുതി കൊടുക്കണം. അപ്പൊ ആദ്യത്തെ ചിത്രത്തിലുള്ളത് എന്താണ്? പക്ഷിയാണ്. പക്ഷിക്ക് ഹിന്ദിയില് ചിടിയ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചിത്രത്തില് കങ്കാരുവിന്റെ കുഞ്ഞിന്റെ ചിത്രമാണ് അല്ലെ. അപ്പൊ അമ്മയായ കങ്കാരു കുഞ്ഞിനെ എന്താ വിളിച്ചിരുന്നത്? രൂരു എന്നാണ് വിളിച്ചിരുന്നത്. കങ്കാരുവിന്റെ കുഞ്ഞിന് ഹിന്ദിയിൽ എന്താ പറയാ? ജോയ്സ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ചിത്രത്തില് കങ്കാരു ആണ് ഉള്ളത്. അപ്പൊ അതിന് താഴെ 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് ഇവരിൽ ആരാണ് അത് പറഞ്ഞതെന്ന് കണ്ടെത്താം. മേരാ കോയി ദോസ്ത് നഹി. ദോസ്ത് എന്ന് പറഞ്ഞാല് സുഹൃത്ത്, ഫ്രണ്ട് എന്നുള്ള അർത്ഥാണ്. എനിക്കൊരു സുഹൃത്തും ഇല്ല, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് ആരാ പറഞ്ഞത്? കങ്കാരുവിന്റെ കുഞ്ഞാണല്ലേ. അപ്പൊ കങ്കാരുവിന്റെ കുഞ്ഞിന് ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കങ്കാരു കാ ബച്ച. അമ്മയായ കങ്കാരു അതിന്റെ കുഞ്ഞിനെ എന്താ വിളിച്ചിരുന്നത്? രൂരു എന്നാണ് വിളിച്ചിരുന്നത്.
പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം എന്താണ്? കങ്കാരുവിന്റെ കുഞ്ഞിനെ ഹിന്ദിയിൽ എന്താ പറയാ? ജോയ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ 3 കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ കാര്യം പറഞ്ഞത് ആരാണ്? കങ്കാരു കാ ബച്ചയാണ്, നമ്മുടെ രൂരു ആണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് വായിച്ചു നോക്കാം. ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. ബാഹർ എന്ന് പറഞ്ഞാല് പുറത്ത്, ജാക്കർ ദോസ്ത് ബനാവോ പുറത്തു പോയി ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, ഫ്രണ്ട്സിനെ കണ്ടെത്ത് എന്ന് ആരാ പറഞ്ഞത്? കങ്കാരു ആണ്. അപ്പോ അമ്മയായ കങ്കാരു ആണ് ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. മേരാ ഗോസ്ല ബിഖർ ഗയാ ഹെ. മേര എന്ന് പറഞ്ഞാല് എന്റെ, ഗോസ്ല എന്ന് പറഞ്ഞാല് പക്ഷിക്കൂട്, കൂടാണ് എന്നുള്ള അർത്ഥാണ്. ബിഖർ ഗയാ ഹെ എന്ന് പറഞ്ഞാല് തകർന്നു പോയി. എന്റെ പക്ഷിക്കൂട്, എന്റെ കൂട് തകർന്നു പോയി എന്ന് ആരാ പറഞ്ഞത്? ചിടിയയാണ്, പക്ഷിയാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവാനാണ് സൈഡിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ഇത് മുകളിലേക്ക് എടുത്തെഴുതാം. ഇവിടെ പക്ഷിയുടെ ചിത്രത്തില് മേരാ ഗോസ്ല ബിഖർ ഗയാ ഹെ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. രൂരുവിന്റേതില് മേരാ കോയി ദോസ്ത് നഹി, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ അമ്മ ആ സങ്കടം മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ എന്നുള്ള കാര്യം. അപ്പൊ അതും ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം വായിച്ച് അതിന്റെ ഉത്തരം കണ്ടെത്താം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഉത്തരങ്ങൾ വരുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം വായിച്ച് അതിന്റെ ഉത്തരം കണ്ടെത്താം. അമ്മ കെ പാസ് പഹുച്ചായും ലിഖിം. അമ്മയുടെ അടുത്ത് എത്തിക്കാനും എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കങ്കാരുവിന്റെ കുഞ്ഞിനെ അതിന്റെ അമ്മയുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. കങ്കാരുവിന്റെ കുഞ്ഞിന് എന്താ പറയാ? ജോയ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അമ്മയുടെ അടുത്ത് എത്തിച്ച് കങ്കാരു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള 3 എണ്ണം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ പേരുകൾ എഴുതി കൊടുത്ത് അതിന്റെ കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് എത്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും പേര് എഴുതി കൊടുക്കാം. ഇവിടെ രണ്ടാമത്തെ ഇതില് നായയുടെ ചിത്രമാണല്ലോ തന്നിട്ടുള്ളത്. നായക്ക് ഹിന്ദിയിൽ കുത്ത എന്നാണ് പറയുന്നത്. നായയുടെ കുഞ്ഞിന് പില്ല എന്നുമാണ്. ഇപ്പോ നമ്മുടെ ഇത് രൂരു എന്നുള്ള കഹാനിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കഹാനിയിൽ നിന്ന്, ആ സ്റ്റോറിയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണത്. മൂന്നാമത്തെ ചിത്രം പൂച്ചയുടെ ആണല്ലേ. പൂച്ചയ്ക്ക് ഹിന്ദിയിൽ ബില്ലി എന്ന് പറയും. പൂച്ചയുടെ കുഞ്ഞിനെ പിലോട്ട എന്നാണ് വിളിക്കുന്നത്. അടുത്തതായിട്ടുള്ള ചിത്രത്തില് കോഴിയുടെ ആണല്ലേ. കോഴിക്ക് ഹിന്ദിയിൽ മുർഗി എന്ന് പറയും. കോഴിയുടെ കുഞ്ഞിനെ ചൂസ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള ഓരോ ജീവികൾക്കും ഹിന്ദിയിൽ എന്താണ് പറയാന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മുടെ മലയാളത്തിലുള്ളതുപോലെ നായക്കുട്ടി, പൂച്ചക്കുട്ടി, കോഴിക്കുട്ടി അങ്ങനെയല്ല പറയാ. ഹിന്ദിയിൽ അതിനൊക്കെ വേറെ വേറെ വാക്കുകളുണ്ട്. ഇപ്പൊ കോഴിയുടെ കുട്ടിയെ ചൂസ എന്നും പൂച്ചയുടെ കുട്ടിയെ ബിലോട്ട എന്നും കങ്കാരുവിന്റെ കുഞ്ഞിനെ എന്താ വിളിക്കുക? ജോയ്സ് എന്നാണെന്നും നായയുടെ കുഞ്ഞിനെ പില്ല എന്നാണ് വിളിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മുടെ ചോദ്യം അമ്മയുടെ അടുത്ത് എത്തിക്കാനും എഴുതാനും ആണല്ലേ. അപ്പൊ നമുക്കിനി ഓരോ കുഞ്ഞുങ്ങളെയും അമ്മയുടെ അടുത്ത് എത്തിക്കുന്നത് പോലെ വരച്ചു കൊടുക്കാം. ഓരോ കുഞ്ഞും അതിന്റെ അമ്മയുടെ അടുത്ത് എത്തുന്നത് പോലെ ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളും അത് നോക്കി വരയ്ക്കുക. പിന്നെ നായയുടെ ചിത്രത്തിന് താഴെ കുത്ത എന്നും പൂച്ചയുടെ ചിത്രത്തിന് താഴെ ബില്ലി എന്നും കോഴിയുടെ ചിത്രത്തിന് താഴെ മുറുകി എന്നും നിങ്ങൾ തെറ്റാതെ എഴുതി കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചിത്രം എന്തായാലും ഓർത്ത് വെക്കുക. പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ഈ ചോദ്യം വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിട്ട് അതിന്റെ ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ അതെന്തായാലും ഇത് തെറ്റാതെ തന്നെ എന്ത് ചെയ്യുക? വരച്ചു കൊടുക്കും ചെയ്യുക, പഠിക്കും ചെയ്യുക. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പെഹ്ചാനേം ക്രം മേ ലിഖേം. തിരിച്ചറിയുക, ക്രമത്തിൽ എഴുതുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ രൂരു എന്നുള്ള കഹാനിയിലെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് ക്രമം തെറ്റിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ കഥയുടെ തുടക്കവും അതിൽ നടന്ന ഓരോ ഇൻസിഡൻസും ഓർത്ത് കഴിഞ്ഞാല് നമുക്ക് കൃത്യമായിട്ട് ക്രമത്തിൽ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം, എന്നിട്ട് ഇത് ക്രമത്തിൽ എഴുതാം. രൂരു കാ കോയി ദോസ്ത് നഹി ഥാ. ദോസ്ത് എന്ന് പറഞ്ഞാല് ഫ്രണ്ട്, സുഹൃത്ത്. രൂരുവിന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു, രൂരുവിന് ഒരു സുഹൃത്തും ഇല്ലായിരുന്നു എന്നാണ് ഫസ്റ്റ് പോയിന്റ്. രൂരു ചിടിയാക്കി പീച്ചെ ചെൽപ്പട. ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷിയാണ്. രൂരു പക്ഷിയെ പിന്തുടർന്നു പോയി. മൂന്നാമത്തെ പോയിന്റ്, അമ്മീനെ ചിടിയാക്കെ ബച്ചേക്കോ ജേബ് മേം രഖ് ലിയ. അമ്മയായ കങ്കാരു പക്ഷിയുടെ കുഞ്ഞിനെ സഞ്ചിയിൽ വെച്ചു, പൗച്ചില് വെച്ചു. രൂരു അമ്മയ്ക്ക് ജേബ് സെ സിർ നിക്കാല.
രൂരു എന്താ ചെയ്തിട്ടുണ്ടായിരുന്നെ, അമ്മയുടെ സഞ്ചിയിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. ചിടിയാനെ രൂരുക്കോ ഗാന സിഖാദിയ. പക്ഷി രൂരുവിനെ പാട്ട് പാടാൻ പഠിപ്പിച്ചു എന്ന് നമ്മൾ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബച്ചേ ജമീൻ പർ ബേഹാൽ പടേ ഥേ. ബച്ചേ എന്ന് പറഞ്ഞാല് കുട്ടികളാണ്, ജമീൻ പർ എന്ന് പറഞ്ഞാല് നിലത്ത്, ബേഹാൽ പടേ ഥേ എന്ന് പറഞ്ഞാല് അവശരായിട്ട് കിടക്കുക, അതായത് മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നതിനാണ്. കുട്ടികൾ നിലത്ത് അവശരായി കിടക്കുകയായിരുന്നു. അടുത്ത അവസാനത്തെ പോയിന്റ്, രൂരുവേക്ക് കങ്കാരു കാ ബച്ചാ ഥാ. രൂരു ഒരു കങ്കാരുവിന്റെ കുഞ്ഞായിരുന്നു. നിങ്ങൾ രൂരു എന്നുള്ള കഹാനി എങ്ങനെയാണ് തുടങ്ങിയതെന്നും അതിലുള്ള ഓരോ ഇൻസിഡൻസും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ ഓർഡർ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്കിനി ഇതിന്റെ ഉത്തരം എഴുതി കൊടുക്കാം. ഫസ്റ്റത്തെ പോയിന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ രൂരു എന്ന കഹാനി തുടങ്ങുന്നത് തന്നെ രൂരുവേക്ക് കങ്കാരു കാ ബച്ചാ ഥാ എന്ന് പറഞ്ഞിട്ടാണ്. രൂരു ഒരു കങ്കാരുവിന്റെ കുഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. രൂരു കാ കോയി ദോസ്ത് നഹി ഥാ. രൂരുവിന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ രൂരു തന്റെ അമ്മയോട് ഒരുപാട് സങ്കടത്തില് പറഞ്ഞ കാര്യമാണ് എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ ആ പോയിന്റ് രണ്ടാമതായിട്ട് വരും. പിന്നെ രൂരു അമ്മി കി ജേബ് സെ സിർ നിക്കാല. രൂരു അമ്മയുടെ സഞ്ചിയിൽ നിന്ന്, പൗച്ചിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്ന് പരാതി പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, സമയായി, ഇനി നീ പുറത്തേക്ക് ഇറങ്ങി ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്ന് പറഞ്ഞപ്പോ രൂരു എന്ത് ചെയ്തു, പേടിച്ച് മടിയോടെ അമ്മയുടെ സപ്പോർട്ടോട് കൂടി തല പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത പോയിന്റ് വരുന്നത്, രൂരു ചിടിയാക്കി പീച്ചെ ചൽപ്പട. രൂരു എന്ത് ചെയ്തു, പക്ഷിയുടെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷി ഒരു ആപത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ ആ പക്ഷിയുടെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ് ആണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. എന്താണത്, രൂരു ചിടിയാക്കി പീച്ചെ ചൽപ്പട. അപ്പൊ അടുത്തതായിട്ട് വരുന്ന പോയിന്റ്, ബച്ചേ ജമീൻ പർ ബേഹാൽ പടേ ഥേ. അപ്പൊ രൂരു ഈ പക്ഷിയുടെ പിന്നാലെ പോയിട്ട് എന്താ കണ്ടത്, ഈ പക്ഷിയുടെ കുഞ്ഞുങ്ങള് നിലത്ത് മോശപ്പെട്ട അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്നതായിരുന്നു. അതാണ് ഈ വരിയിൽ വരുന്നത്. അപ്പൊ അടുത്തതായിട്ട്, അമ്മീനെ ചിടിയേക്ക് ബച്ചേക്കോ ജേബുമേം രഖിലിയ. അമ്മ പക്ഷിയുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു, സഞ്ചിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ പോയിന്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അവസാനമായിട്ട് വരുന്നത്, ചിടിയാനെ രൂരുക്കോ ഗാന സിഖാദിയ. പക്ഷി രൂരുവിന് പാട്ട് പാടാൻ പഠിപ്പിച്ചു നമ്മൾ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതാണ് അവസാനമായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങള് ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ കഥയിലുള്ള വേറെയുള്ള ഇൻസിഡൻസും ഓർത്ത് വെക്കുക. കാരണം നമുക്ക് വേറെ വേറെ പോയിന്റ്സ് തന്നിട്ടും ചോദ്യം വരാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സബേരേ ഹി സാരേ മിത്ര ആയേ, ചിടിയാസി ബാത്തേം കർണേ ലഗേ. സബേരെ എന്ന് പറഞ്ഞാല് സുബഹ്, രാവിലെ, മോർണിംഗ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സാരേ മിത്ര എന്ന് പറഞ്ഞാല് എല്ലാ സുഹൃത്തുക്കളും, എല്ലാ ഫ്രണ്ട്സും. ആയേ എന്ന് പറഞ്ഞാല് വന്നു, രാവിലെ തന്നെ എല്ലാ സുഹൃത്തുക്കളും വന്നു. ചിടിയാസി ബാത്തേം കർണേ ലഗേ. പക്ഷിയോട് സംസാരിക്കാൻ തുടങ്ങി. ബാത്ചീത് ആകെ ബഡായി. ബാത്ചീത് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ, സംഭാഷണം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമ്മളോട് സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് ഫ്രണ്ട്സിനോട് പോയി പറയില്ലേ, അതേപോലെ ഈ പക്ഷിയോട് എല്ലാ സുഹൃത്തുക്കളും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കോൺവെർസേഷൻ നമ്മൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ളത് ഹാത്തി പറഞ്ഞ കാര്യമാണ്. ഹാത്തി പറയാണ്, കങ്കാരു കി ജേബ് മേം കേസാ രഹാ. കങ്കാരുവിന്റെ സഞ്ചിയില് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് പുതിയതായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അല്ലെ. പക്ഷി അതിന്റെ കൂട്ടിലാണ് താമസിക്കുക. പക്ഷെ ആ ദിവസം കങ്കാരുവിന്റെ സഞ്ചിയില്, പൗച്ചിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ആന ചോദിക്കുകയാണ്, കങ്കാരുവിന്റെ സഞ്ചിയില് എങ്ങനെ ഉണ്ടായിരുന്നു, അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ പക്ഷി എന്താണ് പറയുന്നതെന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ചിടിയ പറയാണ്, മസ ആയ ജേബ് മേ ഹം ബഹുത് സുരക്ഷിത് ഥി. മസ ആയ പറഞ്ഞാല് നല്ല രസമായിരുന്നു. ജേബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, സഞ്ചിയാണ്, പൗച്ചാണ്. സഞ്ചിയിൽ ഞങ്ങൾ വളരെ സുരക്ഷിതരായിരുന്നു എന്ന് ഈ പക്ഷി പറഞ്ഞു. ഒരു മേണ്ടക്, ഒരു തവള പക്ഷിയോട് ചോദിക്കാണ്, തുമേ ജേബ് മേ ഡർ നഹി ലഗാ. ഡർ എന്ന് പറഞ്ഞാല് പേടിയാണ്, നിനക്ക്
സഞ്ചിയില് പൗച്ചില് പേടി തോന്നിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പക്ഷി മറുപടിയായിട്ട് പറയാണ്, ശുരുമേം തോടാ ഡർ ലഗ ലേക്കിൻ ബാദ് മേ അച്ഛാ ലഗ. ശുരുമേ എന്ന് പറഞ്ഞാല് തുടക്കത്തില്, തോട എന്ന് പറഞ്ഞാല് കുറച്ച്, ഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നില്ലേ, പേടി, ഭയം എന്നുള്ള അർത്ഥമാണ്. ആദ്യം തുടക്കത്തില് കുറച്ച് പേടി തോന്നിയെങ്കിലും പിന്നീട് നന്നായി, നല്ലതായിട്ട് തോന്നി എന്ന് ഈ പക്ഷി പറഞ്ഞു. അപ്പൊ ഭാലു ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഭാലു എന്ന് പറഞ്ഞാല് കരടിയാണ്. അന്തർ അന്ധേരാ ഥാ ക്യാ? അന്തർ എന്ന് പറഞ്ഞാല് ഉള്ളിൽ, അകത്ത് എന്നുള്ള അർത്ഥമാണ്. അന്ധേര എന്ന് പറഞ്ഞാല് ഇരുട്ട്. അകത്ത് ഉള്ളില് ഇരുട്ടായിരുന്നു എന്ന് ഈ കരടി പക്ഷിയോട് ചോദിച്ചു. അപ്പൊ പക്ഷി പറയാണ്, ഹാ ലേക്കിൻ ബഹുത് നർം ഓർ മുലായം ഥി. അതെ, പക്ഷെ വളരെ സോഫ്റ്റും ഭയങ്കര കോമളായിട്ടുള്ള, അതായത് ഭയങ്കര പൾപ്പി ആയിരുന്നു എന്ന് ഈ പക്ഷി മറുപടി പറഞ്ഞു. അപ്പൊ മുറുകി എന്ന് പറഞ്ഞാല് നമ്മൾ ആ ചിത്രം പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും. മുറുകി എന്ന് പറഞ്ഞാല് കോഴിയാണ്. കോഴി ചോദിക്കാണ്, തും ലോഗ് രാത് ഭർ ക്യാ കർ രഹേ തേ? രാത്രി എന്ന് പറഞ്ഞാല് രാത്രി, നിങ്ങളെല്ലാവരും രാത്രി മുഴുവൻ എന്താണ് ചെയ്തിരുന്നത് എന്ന് ഈ കോഴി പക്ഷിയോട് ചോദിച്ചു. അപ്പൊ പക്ഷി പറയാണ്, ചിടി എന്താ പറഞ്ഞത്? ഹം ഖുഷി സേ ഗാനാ ഗാ രഹേ തേ. ഞങ്ങൾ സന്തോഷത്തോടെ പാട്ട് പാടുകയായിരുന്നു എന്ന് മറുപടി പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കോൺവെർസേഷൻ വരുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ വാക്കുകൾ, അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ ഞാനത് ക്ലാസ് എടുത്തപ്പോ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. ലിഖേ ക്യാ ക്യാ ദേഖേ. നമുക്ക് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഈ ചിത്രത്തില് എന്തൊക്കെയാണ് നമ്മൾ കണ്ടതെന്ന് എഴുതി കൊടുക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അമ്മയായ കങ്കാരുവിന്റെയും അതിന്റെ കുഞ്ഞിന്റെ, നമ്മുടെ രൂരുവിന്റെയും ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോ കങ്കാരുവിന്റെ കുഞ്ഞിന് ഹിന്ദിയിൽ എന്താ പറയാ? ജോയ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ചോദിക്കുന്നത്. രൂരു പറഞ്ഞ കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദുനിയ കിത്നി ബഡി, കിത്നാ സുന്ദർ, കിത്നി സാരെ രംഗ്, ആവാസി, കിത്നി ഖുഷ്ബു. രൂരു തന്റെ അമ്മയുടെ സഞ്ചിയിൽ നിന്ന് തല പുറത്തേക്കിട്ടപ്പോ പുറമെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുകയുണ്ടായി. അങ്ങനെ ഈ പുറത്തെ ലോകം കണ്ട് പകച്ചുപോയിട്ട്, അത്ഭുതപ്പെട്ടു പോയിട്ട് രൂരു പറഞ്ഞ കാര്യമാണ്, ലോകം എത്ര വലുതാണ്, എത്ര മനോഹരം, എത്രയോ അധികം നിറങ്ങളും ശബ്ദങ്ങളും, എന്തൊരു സുഗന്ധം എന്ന് രൂരു പറയുകയുണ്ടായി. അപ്പൊ നമ്മള് ഇവിടെ കുറച്ച് കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ഈ ചിത്രത്തിലുള്ള 2 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് കണ്ടെത്തിയിട്ട് എഴുതി ഇത് മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കാം. ആസ്മാൻ മേ ബാദൽ ഹെ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശമാണ്. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. ആകാശത്തില് മേഘങ്ങളുണ്ട്. പാനി ബരസ്താ ഹെ. മഴ പെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ താഴെയുള്ള ചിത്രത്തിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് വായിച്ചു നോക്കാം. പഹാഡോं के बीच से सूरज निकल रहा है. പഹാഡ് എന്ന് പറഞ്ഞാല് മല, കുന്ന് എന്നുള്ള അർത്ഥമാണ്. സൂരജ് എന്ന് പറഞ്ഞാല് സൂര്യൻ. മലകൾക്കിടയിൽ നിന്നും സൂര്യൻ ഉദിക്കുന്നു. അപ്പൊ അതിന്റെ ചിത്രം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പൊ പിന്നെ അടുത്തതായിട്ട് എഴുതി കൊടുത്തിട്ടുള്ളത് ഹർ തരഫ് ഹരിയാലി ഹെ. ഹരിയാലി എന്ന് പറഞ്ഞാല് പച്ചപ്പ്. എല്ലായിടത്തും പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു. ബഗീചേമേം ബഹുത് സാരേ ഫൂൽ ഹെ. ബഗീച്ച എന്ന് പറഞ്ഞാല് ഗാർഡൻ, പൂന്തോട്ടം എന്നുള്ള അർത്ഥമാണ്. ഫൂൽ എന്ന് പറഞ്ഞാല് പൂവ്. ഇപ്പൊ ഇവിടെ ഒരു ചിത്രത്തില് പൂന്തോട്ടവും പൂക്കളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പൂന്തോട്ടത്തിൽ ധാരാളം പൂക്കളുണ്ട്. അതേ ചിത്രത്തിൽ തന്നെ നമുക്ക് വേറെ പലതും കാണാൻ സാധിക്കുന്നില്ലേ. അതാണ് അടുത്തതായിട്ട് എഴുതിയിട്ടുള്ളത്. ഫൂലോ പർ തിത്തലിയ മണ്ടരാ രഹി ഹെ. ഫൂൽ എന്ന് പറഞ്ഞാല് പൂവാണ്. തിത്തലിയാം എന്ന് പറഞ്ഞാല് പൂമ്പാറ്റകള്, ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ. അപ്പൊ പൂക്കളിൽ പൂമ്പാറ്റകള് പറന്ന് നടക്കുന്നു. അങ്ങനെ പൂക്കളിൽ ഇങ്ങനെ പൂമ്പാറ്റകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് വേറൊരു ചിത്രത്തില്, നമ്മളെ മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രത്തിലുള്ള കാര്യമാണ്. നദി ബഹരഹി ഹെ. നദി എന്ന് പറഞ്ഞാല് നദി തന്നെയാണ്. നദി ഒഴുകുന്നു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നദി കെ കിനാരെ ഗാവ് ഹെ. ഗാവ് എന്ന് പറഞ്ഞാല് ഗ്രാമമാണ് കേട്ടോ. നദിയുടെ തീരത്ത് ഗ്രാമമുണ്ട് അല്ലെ.
നമുക്കിവിടെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നില്ലേ? ആ നദി ഒഴുകുന്നത് നമ്മൾ എഴുതി കൊടുത്തു. അതേപോലെ ആ നദിയുടെ അടുത്ത് എന്താണ്, ഒരു ഗ്രാമമുണ്ട് എന്ന് എഴുതി. പേട് പർ ചിടിയാ ഹെ. ഈ പറഞ്ഞിട്ടുള്ള വാക്ക് നമ്മുടെ രൂരു എന്നുള്ള കഹാനിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേട് എന്ന് പറഞ്ഞാൽ എന്താണ്, മരമാണ്. ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷിയാണ്. അപ്പൊ മരത്തിൽ പക്ഷിയുണ്ട്. ചിടിയ ഗാ രഹി ഹെ, പക്ഷി പാടുന്നു. ദുനിയാ ബഹുത് സുന്ദർ ഹെ, ലോകം വളരെ മനോഹരമാണ് അല്ലെ? നമ്മുടെ ഈ ചിത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രകൃതിയിലുള്ളതാണ്. അപ്പൊ ലോകം കാണാൻ എന്താണ്, വളരെ മനോഹരമാണ്. നമ്മുടെ പ്രകൃതി കാണാൻ വളരെ ഭംഗിയുള്ളതാണ് അല്ലെ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി താഴെയുള്ളത് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. രൺമേ എന്നതിന് നേരെയായിട്ട് ഹാ നെഹി എന്ന് എഴുതിയിട്ടുണ്ട്. ഹാ എന്ന് പറഞ്ഞാല് അതി, ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. നെഹി എന്ന് പറഞ്ഞാല് ഇല്ല. ഇപ്പൊ നമ്മുടെ ഈ വിവരണത്തില് തലക്കെട്ട്, അതായത് ഹെഡിങ് ഉണ്ടോ, ദൃശ്യങ്ങളുടെ വിവരണം ഉണ്ടോ, ഉചിതമായ ഭാഷയിലാണോ എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഈ വിവരണത്തില് ശീർഷകം ഉണ്ടോ, ഹെഡിങ് ഇല്ല, അതുകൊണ്ട് നെഹി എന്ന് ടിക്ക് ചെയ്തിട്ടുണ്ട്. ദൃശ്യവും കാ വിവരൺ ഹെ, ദൃശ്യങ്ങളുടെ വിവരണം ഉണ്ടല്ലേ, അത് കൃത്യമായിട്ട് ഓരോ ചിത്രത്തിൽ എന്തൊക്കെ നമ്മൾ കണ്ടു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉണ്ട്, ഹാ എന്നുള്ളതില് ടിക്ക് ചെയ്ത് കൊടുത്തു. ഉചിത് ഭാഷ ഹെ, ഉചിതമായ ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ? നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഹാ എന്നതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ എഴുതുമ്പോ ഒരു ഹെഡിങ് എഴുതി കൊടുക്കുകയാണ്, ഒരു ശീർഷകം എഴുതുകയാണെങ്കിൽ അപ്പൊ ഈ ഹാ എന്നുള്ളത് ടിക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം വായിച്ച് അതിന്റെ ഉത്തരം എഴുതാം. പോസ്റ്റർ തയ്യാർ കരി. ഇവിടെ പോസ്റ്റർ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ്. അന്താരാഷ്ട്രീയ എന്ന് പറഞ്ഞാല് അന്താരാഷ്ട്ര, ഇന്റർനാഷണൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. മിത്രതാ ദിവസ് എന്ന് പറഞ്ഞാല് ഫ്രണ്ട്ഷിപ്പ് ഡേ, സൗഹൃദ ദിനം. അപ്പോ അന്താരാഷ്ട്ര സൗഹൃദ ദിനം, ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ഒരു പോസ്റ്റർ ആണ് നമുക്ക് നിർമ്മിക്കാനുള്ളത്. അപ്പൊ ഈ പോസ്റ്റർ നിർമ്മിക്കുന്നതിന് മുന്നേ നമുക്ക് താഴെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കിയതിന് ശേഷം പോസ്റ്റർ നിർമ്മിക്കാം. ഇവിടെ മേരെ പോസ്റ്റർ മീം, മേരെ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്റെ പോസ്റ്ററിൽ ഹാ അല്ലെങ്കിൽ നെഹി എന്ന് കൊടുത്തിട്ടുണ്ട്. ഹാ എന്ന് പറഞ്ഞാല് ഉണ്ട്, അതെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നെഹി എന്ന് പറഞ്ഞാല് ഇല്ല. സന്ദേശ് വാക്യ ഹെ, സന്ദേശ് വാക്യം എന്ന് പറഞ്ഞാല് ഒരു സന്ദേശവാക്യം, ഒരു മെസ്സേജ്. അപ്പൊ നമ്മുടെ എഴുതുന്ന പോസ്റ്ററിൽ ഒരു സന്ദേശവാക്യം എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഹാ എന്നുള്ളതിൽ കൊടുക്കുക, അല്ലെങ്കിൽ നെഹി എന്നുള്ളതിൽ മാർക്ക് ചെയ്യുക. ആകർഷകത ഹെ, ആകർഷകത എന്ന് പറഞ്ഞാല് അട്രാക്ട് ചെയ്യണം അല്ലെ? ഒരു പോസ്റ്റർ ആയിരിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടായിരിക്കണം, ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം. അപ്പൊ അതുണ്ടെങ്കിൽ ഹാ എന്നുള്ളതിൽ കൊടുക്കുക, അല്ലെങ്കിൽ നെഹി എന്നുള്ളതിൽ മാർക്ക് ചെയ്യുക. താരീഖ് എന്ന് പറഞ്ഞാല് ഡേറ്റ്, തീയതിയാണ്. അപ്പൊ ഒരു പോസ്റ്ററിൽ എന്തുണ്ടായിരിക്കണം, തീയതി ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് പോസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞു തന്നത്. നമ്മള് പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഈ 3 കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നിർമ്മിക്കുന്നത്. പോസ്റ്റർ നിർമ്മിക്കാനുള്ള ചോദ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിനി പോസ്റ്റർ നിർമ്മിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ പോസ്റ്റർ വരുന്നത്. അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ്, ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ജൂലൈ 30 ജൂലൈ, അതായത് 30 ജൂലൈ ആണ് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അതിന് താഴെയായിട്ട് ദോസ്തി സബ്സെ പ്യാരാ റിഷ്ത ഹെ. ദോസ്തി എന്ന് പറഞ്ഞാല് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം. റിഷ്ത എന്ന് പറഞ്ഞാല് ബന്ധാണ്, റിലേഷൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് എന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ബന്ധാണെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. സച്ചാ ദോസ് ഖുഷി ഓർ ദുഃഖ് മേ ബി സാഥ് ഹോത്താ ഹെ. അതായത് ഒരു യഥാർത്ഥ സുഹൃത്ത് സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു മെസ്സേജ് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് സബ്കോ അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ് കി ഹാർദിക് ശുഭകാമനായേം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അന്താരാഷ്ട്ര സൗഹൃദ ദിനാശംസകൾ എന്നെഴുതി നമ്മുടെ പോസ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പോസ്റ്റർ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന് താഴെയുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കാം. മേരെ പോസ്റ്റർ മേം, എന്റെ പോസ്റ്ററിൽ സന്ദേശ് വാക്യ ഹെ, മെസ്സേജ് ഉണ്ടല്ലേ, അപ്പൊ അതിന് ടിക്ക് ചെയ്തിട്ടുണ്ട്. ആകർഷകത ഹെ, അട്രാക്ട് ചെയ്യുന്നുണ്ട്, നല്ല ആകർഷിക്കുന്ന രീതിയിലാണ് പോസ്റ്റർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അതിനും ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താരീഖ് ഹെ, ഡേറ്റ് ഉണ്ട് അല്ലെ, 30 ജൂലൈ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് 3നും ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പോസ്റ്റർ ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു.
അപ്പോൾ ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ പോസ്റ്റർ എങ്ങനെ നിർമ്മിക്കുക എന്ന് നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ നോട്ട് ബുക്കിലേക്കോ ടെക്സ്റ്റ് ബുക്കിലേക്കോ നോക്കി എഴുതുക. കാരണം പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് പോസ്റ്റർ നിർമ്മിക്കാനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. जीप से सिर बाहर निकालने पर टूरू ने क्या क्या देखे होंगे? സഞ്ചിയിൽ നിന്ന് പൗച്ചിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടപ്പോ രൂരു എന്തെല്ലാം കണ്ടിട്ടുണ്ടാകും എന്നതാണ് ഇവിടെ ചോദ്യം. രൂരു തല പുറത്തേക്ക് ഇട്ടപ്പോ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റില് ഈ കഥയിൽ തന്നെ 2 ചിത്രമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കിയിട്ട് ഇതിന്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് കണ്ടെത്തിയിട്ട് എഴുതി കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരുപാട് മരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. മരത്തിന് പേട് എന്നാണ് ഹിന്ദിയിൽ പറയാ. പിന്നെ കുരങ്ങനുണ്ട്, കുരങ്ങനെ ബന്ദർ എന്ന് പറയും. പിന്നെ മരത്തില് ഒരു പെരുമ്പാമ്പ് ചുറ്റിക്കിടക്കുന്നുണ്ട്. പെരുമ്പാമ്പിന് അജുഗർ എന്നാണ് ഹിന്ദിയിൽ പറയാ. പാമ്പിന് സാവ് എന്നും പറയും. പിന്നെ ആനയുണ്ട്, ആനയ്ക്ക് ഹാത്തി എന്നാണ് പറയാ. പിന്നെ കരടിയുണ്ട്, കരടിക്ക് ഭാലു എന്ന് പറയും. കുറുക്കന് ലോമഡി എന്ന് പറയും. പിന്നെ മുയലുണ്ട്, മുയലിന് ഖർഗോഷ് എന്നാണ് ഹിന്ദിയിൽ പറയാ. പിന്നെ കങ്കാരു ഉണ്ട്, കങ്കാരുവിന്റെ കുഞ്ഞുണ്ട്, കുഞ്ഞിന് ജോയ്സ് എന്നാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ചിത്രത്തില് പൂമ്പാറ്റയുണ്ട്, പൂമ്പാറ്റയ്ക്ക് തിത്തിലി എന്നും പറയും. പിന്നെ പൂവുണ്ട്, പൂവിന് ഫൂൽ എന്നാണ് പറയുന്നത്. പിന്നെ ഈ പൂമ്പാറ്റയും പൂവൊക്കെ ഉള്ളത് ഈ ചെടിയിലാണല്ലേ. ഇപ്പൊ ചെടിക്ക് പോത എന്നാണ് പറയുന്നത്. ഇപ്പൊ രൂരു തല പുറത്തേക്ക് ഇട്ടപ്പോ എന്തൊക്കെയാണ് കണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിനി ഇതിന്റെ ഉത്തരം എഴുതി കൊടുക്കാം. രൂരു തല പുറത്തേക്ക് ഇട്ടപ്പോ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു എന്ന് നമ്മൾ ചിത്രം നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉത്തരം വായിച്ചു നോക്കാം. जेब से सिर बाहर निकालने पर रूरू ने पेड़, हाथी, खरगोश, लोमड़ी, भालू, बंदर, अजगर, घास, पौधे, फूल, तितली ആദി ദേഖ. സഞ്ചിയിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടപ്പോ രൂരു മരങ്ങള്, ആന, മുയൽ, കുറുക്കൻ, കരടി, കുരങ്ങൻ എന്നുള്ള മൃഗങ്ങളെയും അജഗർ, അജഗർ എന്ന് പറഞ്ഞാല് പെരുമ്പാമ്പ്, മലമ്പാമ്പ് എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. പിന്നെ പുല്ലും ചെടികളും പൂമ്പാറ്റയൊക്കെ കണ്ടു എന്നാണ് ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സാത്തി കോ ബുലാന ഓർ മിൽക്കർ ഗോസ്ല ബനാന, യഹാം ചിടിയാ കാ കോൻ സാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ? കൂട്ടുകാരനെ വിളിക്കുന്നതും ഒരുമിച്ച് കൂട് കെട്ടുന്നതും ഇടപക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നതാണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം. ഇവിടെ അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് യഹാം ചിടിയാ കാ മാതൃപ്രേം, जिम्मेदारी, मिलजुल कर काम करने की भावना और सहयोग का मनोभाव प्रकट होता है. ഇവിടെ പക്ഷിയുടെ മാതൃപ്രേം, മാതൃപ്രേം എന്ന് പറഞ്ഞാല് മാതൃസ്നേഹം, ജിമ്മേദാരി എന്ന് പറഞ്ഞാല് ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി, മിൽജുൽ കർ കാം കർനെ കി ഭാവന ഓർ സഹयोग, ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അതായത് ടീം വർക്കിന്റെയും സഹകരണത്തിന്റെയും മനോഭാവമാണ് പ്രകടമാകുന്നത്. ഇവിടെ ആ പക്ഷിയുടെ മാതൃസ്നേഹവും റെസ്പോൺസിബിലിറ്റിയും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവം, അതായത് ടീം വർക്കിന്റെയും സഹകരണത്തിന്റെയും മനോഭാവമാണ് നമുക്കിവിടെ പ്രകടമാകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. യഹാ രൂരു കെ ചരിത്രയ്ക്ക് കോൺസി വിശേഷത പ്രകട് ഹോത്തി ഹെ? ഇവിടെ രൂരുവിന്റെ ഏത് സ്വഭാവ സവിശേഷതയാണ് പ്രകടമാകുന്നത് എന്നതാണ് ചോദ്യം. പക്ഷി തന്റെ കുഞ്ഞുങ്ങളെ നിലത്ത് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടിട്ട് ഒച്ചത്തിൽ കരയുകയുണ്ടായി. അപ്പൊ അത് കണ്ടിട്ട് ഈ സാത്തി കൂട്ടുകാരൻ എന്ത് ചെയ്തു, വേഗം പറന്നിട്ട് വരികയുണ്ടായി. ഇവര് രണ്ടുപേരും സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് രൂരു എന്താ പറഞ്ഞത്, എനിക്കൊരു സ്ഥലം അറിയാം, കുഞ്ഞുങ്ങൾ എപ്പോഴാണോ പറക്കാൻ പ്രാപ്തിയാകുന്നത് അതുവരെ അവർക്ക് സ്വസ്ഥമായിട്ട് അവിടെ താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് രൂരുവിന്റെ ഏത് സ്വഭാവ സവിശേഷതയാണ് മനസ്സിലാകുന്നതെന്ന് ഉത്തരമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കാം. യഹാം രൂരു की चरित्र में दयालुता, दूसरों के लिए प्यार और सहानुभूति की भावना प्रकट होती है. वह खतरे में पड़ने वालों की സഹായത करना चाहता है. ഇവിടെ രൂരുവിന്റെ സ്വഭാവത്തില് ദയയും മറ്റുള്ളവരോടുള്ള സ്നേഹവും സഹാനുഭൂതിയും പ്രകടമാകുന്നു. രൂരു അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ, ആ സ്വഭാവം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ രൂരു ഈ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ തന്റെ അമ്മയുടെ സഞ്ചിയിൽ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നീലി ചിരിയ എന്ന കവിതയും രൂരു എന്നുള്ള കഹാനിയും
ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഹാനിയിൽ നിന്നും അതേപോലെ കവിതയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്താണ് ചോദ്യമായിട്ട് വരുന്നുണ്ടാവുക, പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടതെന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരങ്ങൾ എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് തന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.